അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 25 ವರ್ಷ ವಯಸ್ಸಿನ ಬಾಲಕಾರ್ಯಕ್ಕೆ ಸಂದರ್ಭದಲ್ಲಿ ತಂದೆ ಕಾಲ್ 15 ವರ್ಷ ವಯಸ್ಸಿನ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മകനായിട്ട് എന്റെ റായത്തിൽ പെണ്ണ് കിട്ടാത്തതല്ല, റായത്തിൽ പെണ്ണ് കിട്ടാത്തതിലൊന്നുമല്ല, കന്യ പെണ്ണ് കിട്ടാത്തതിലൊന്നുമല്ല. കാരണം എത്ര പെണ്ണ് വേണമെങ്കിൽ കൊടുക്കുക തയ്യാറുള്ള സമൂഹമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ അമീനായിട്ട് ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസമില്ല. ഒരു തപ്പട്ട പോലത്തെ ഒരു കാരണമില്ല. പിന്നെ തലവെച്ചെന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസ്റ്റ് യതീമായിട്ട് വെക്കുന്നത് കണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരെങ്കിലും കുറവായിട്ടില്ല. അബ്ദുൽ മുത്തലിബും അബൂ താലിബും അബൂ ലഹബും മാറി മാറി തങ്ങളുടെ സംരക്ഷണത്തിൽ പോയി ജീവന കണ്ടേ ബിസിയതല്ല. അള്ളാഹുവിന്റെ റസൂൽ ഫസ്റ്റ് മങ്ങിലായതാ ഖദീജ റളിയല്ലാഹു അൻഹ. ആ പെണ്ണിങ്ങമ്മ വേറെ മങ്ങില വേറെ ജണ്ട് മങ്ങിലായിട്ട് അതൊക്കെ മക്കവും വേറെ മാപ്പിളമാർ മരിച്ചു പോയത്, ഒന്ന് തലാഖായത്, മൂന്നാമത്തെ മാപ്പിളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേപോലെ ബാക്കി പെണ്ണിയന്മാരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കന്റെ ഇല്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാവാത്തതല്ല, അള്ളാഹുവിന്റെ റസൂൽ മക്കയിലായിട്ട് അല്ല. ബാക്കി പെണ്ണിങ്ങൊന്നും പൊട്ടു അഥവാ മങ്ങിയ മക്ക ആവാത്ത പോത്തതാ അല്ല. എല്ലാ പെണ്ണിങ്ങ വിധവമാരെ ആയിഷ റളിയല്ലാഹു അൻഹ, ബാക്കി എല്ലാ വിധവമാരെ അങ്ങ് വേറെ മാപ്പിളമാരില്ലാതെ 1-2-3 മാപ്പിളയും മഹിളമാരുടെ അങ്ങ് വേണക്കം മക്കളുള്ളതെല്ലാം ഇന്നിങ്ങനെ എന്തെങ്കിലും മങ്ങിലായത് ഇച്ചിരം സാധുമാറും വയസ്സിലാകുമാറും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെണ്ണിമാർ ഹഫ്സ റളിയല്ലാഹു അൻഹ പോലത്തെ പെണ്ണിയാണ് എപ്പോഴും കിടത്തത്തിൽ ഇന്നപ്പമേ നിക്കാറുമായി ലൈംഗിക സുഖ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല ഇതല്ല ബദലത് ഞങ്ങളെ സംരക്ഷണാക്കുക വേണം. സംരക്ഷണം കാണില്ല എത്തിയില്ലാത്ത സന്ദർഭത്തിൽ ഒരാണെങ്കിൽ ഒരു പെണ്ണിടെ സംരക്ഷണാക്കുന്ന ഒരു എത്തിമിത്തിക്കള് അങ്ങനെ ചിലപ്പോൾ കളിപ്പാട്ടമാവും, ചിലപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം കളിക്കണാവും, ചിലപ്പോൾ ഡ്രസ്സെല്ലാം ബദലാവാക്കണാവും. അന്യ പെണ്ണ് അന്യ ആണിന്റെ സമ്മല്ലാത്തതല്ലേ. അപ്പൊ തന്നെ പിന്നീട് ബദലാക്കാൻ കളിപ്പാട്ടാണ് അങ്ങനെ കുറെ ഉണ്ടാക്കി ശ്രദ്ധിക്കട്ടെ ചെന്നുകൊണ്ടുള്ളത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീർച്ചയായും എങ്ങനെ ചെന്നതോറും മാപ്പുരുടെ എങ്ങനെ തീർച്ചയായും ഈ സമുദായത്തെ പരിപാടി കാട്ടി സ്റ്റാർട്ട് ചെയ്യുകയും അവരുടെ ഇസ്ലാം ദീന മണ്ടകാണുന്നതോടെ മാപ്പിള പെഞ്ഞി എന്തിന് പരിപാടി റൈമ എന്ന് ചെല്ലുക ഐമ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഇസ്ലാം അനുസരിച്ച് പിന്നെ ആളുമാരായിട്ട് തൈമവും പണ്ടത്തെ എല്ലാ വേദഗ്രന്ഥത്തെ വായ്പാടാങ്ങിയ ആളായിട്ട് തൈമ പണ്ഡിതിയായ ആര്യങ്ങളായ പെണ്ണിങ്ങായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ. ഇവിടെ ഞാൻ അതുപോലെ ഒന്നും വന്നിട്ടുള്ളത് ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ലാസ്റ്റ് മോളായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഫാത്തിമ കാണും ചന്ത ചുരുചുരുക്കിന്റെ പെണ്ണ്. ഫാത്തിമ ചെല്ലതിന്റെ അർത്ഥമേ, ഫാത്തിമ ചെല്ല ശബ്ദത്തെ അർത്ഥമേ ബുദ്ധിവന്തിക അതിബുദ്ധിവന്തിക ഇന്നാളുമാരുടെ അർത്ഥം. ആ ഫാത്തിമ റളിയല്ലാഹു തആല വല്ലാത്ത ബുദ്ധിശക്തി എന്ന പെണ്ണിങ്ങ, വല്ലാത്ത ഓർമ്മശക്തി നരപ്പശക്തി, നല്ല ചുരുചുരുക്കിന്ന പെണ്ണിങ്ങ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ സ്വഭാവ ശൈലി അതേ ഗുണനടക്കെല്ലാം ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടുകൊണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്നത് പോലെ ചിരിക്കാൻ, പടക്കം പോലെ നടത്തും പോലെ വ്യവഹാരം പോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫാത്തിമത്തു ബിദഅത്തുൻ മിന്നി എന്റെ മുൻഭാഗത്ത് കണ്ടായിട്ട് ഫാത്തിമ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചെന്നന്റെ കർലട കണ്ടായിട്ട് എന്റെ ഹൃദയത്തെ ഭാഗമായിട്ട് ഫാത്തിമ ചെന്നിട്ട് അങ്ങനെ എത്രയോ കുലീനവർഗത്തിൽപ്പെട്ട ധാരാളം സമ്പന്ന വർഗത്തിൽപ്പെട്ട ആളുമാർ പൊതുപടക്ക പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമക്ക് സൂചകമായി ധാരാളം കാസും സ്വത്തും അധികാരവും കൊടുക്കും എന്നാളുമാർ കേട്ടത് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തില്ല. പെണ്ണിന്റെ മംഗിലാവുന്ന ക്വാളിഫിക്കേഷൻ അതല്ല, സ്വത്തല്ല, അധികാരമല്ല, കാസല്ല, സൗന്ദര്യമല്ല. ഒരു പെണ്ണിന്റെ മംഗിലാകുന്ന അർഹത എന്ത് ഇത് ഏതല്ല, അതിനാണ് അപ്പുറത്തുള്ള അർഹത ഉണ്ട്. അതിലെ കുടുംബ ജീവിതത്തിൽ നോക്കുമ്പോൾ സാധ്യ അല്ലെ. അതിനെ കാസെന്ന് കണ്ടെങ്കിൽ ഇത്തിരി വലിയ ആൾ ആത്മഹത്യാക്കുകയില്ല, ഫാമിലി സമസ്യ. അധികാരം കണ്ടെങ്കിൽ ഇത്തിരി വലിയ ആൾ ആത്മഹത്യാക്കുകയില്ല, അധികാരമായി കണ്ടെങ്കിൽ. സൗന്ദര്യം കണ്ടെങ്കിൽ ഇത്തരത്തിൽ ചന്തത്തെ പെണ്ണ മംഗളായ ചന്ദനത്താൽമാർ ആത്മഹത്യാക്കൊണ്ടില്ല. സൗന്ദര്യ സമസ്യ കണ്ടെങ്കിൽ സൗന്ദര്യം മൈനായിട്ട് കണ്ടതല്ല, അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു മനുഷ്യർക്ക് അതേത് അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി തങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടെത്തി. അലി റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല ഫാലി റളിയല്ലാഹു അൻഹു അലിയെ തൻതുബു ഫാത്തിമ അന്ത ഫാത്തിമയുടെ നീನು മൊത്തം മങ്ങിലവിടെ അങ്ങനെയുള്ള പൊതു ഒരു അബ്ബായിമോ മോളെ 18 വർഷത്തിൽ പെരുത്തിട്ട് വെളുത്തൊക്കെ തീർന്ന് അവൾക്ക് ഒരു ചെറുക്കട സട്ടാക്കും ബ്രോക്കർ അവള് മോള് 10-18 വർഷത്തിൽ അവളുടെ കാലിനടിയിൽ അവളുടെ മടിയിൽ വെച്ചിട്ട് പള്ളിനെ വർഷം മോള് പൊതുവാകുമ്പോൾ ബ്രോക്കറെ അവളുടെ മോള് സുഹൃത്തുക്കൾ അവളുടെ ചെറുക്കത്തിൽ നമുക്ക് ഈ ബ്രോക്കർ തീർത്ത കാരണത്തിനായിട്ട് നാളെ തലാക്കാവുള്ളൂ അവനക്ക് സെലക്ട് അവർ ബാപ്പാണത് തരുന്ന അത് ബാപ്പായവൻ അത് തരുന്നു ഈ ഡിഗ്രി എന്ത് യൂണിവേഴ്സിറ്റിയിലൊന്നും കിട്ടുന്നതല്ല എന്റെ മോൾക്ക് എന്നെ ചെറുക്ക അവൾക്ക് തെരിയണം അവൻ പഠിക്കണത് അവൾക്ക് എന്താ ചാക്കണം തന്റെ മോൾക്ക് പണ്ടല്ല അങ്ങനെ ഹിരിയാളും അങ്ങനെ ബ്രോക്കർ ഒന്നും ഇല്ല അതായിട്ട് അച്ഛൻ മരിക്കരോടത്തോളം തലാക്കാൻ കണ്ടുകൊണ്ടേ ഞങ്ങൾ അപ്പന്മാരുള്ള മരിക്കരോടത്തോളം ഒറ്റയ്ക്ക് മാപ്പിള പിന്നെ ഒറ്റയ്ക്കുന്നത് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അലിയെ എന്റെ മോളിൽ മങ്ങിലാവുന്ന അലിയെ അതേ നബിയെ മങ്ങിലാവുന്ന പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മങ്ങിലാവുള്ള സമയം ഒട്ടാരെ നീക്ക് മങ്ങിലാവുന്ന അങ്ങനെ തറവ് തയ്യാറാണ് 400 ദിർഹം മഹർ പോയി 400 ദിർഹം കൂടെ 4 ദിർഹം സമയത്ത് അലി റളിയല്ലാഹു കാശ് കണ്ടവണ്ടല്ല അലി റളിയല്ലാഹു കൂലിപ്പണിക്കാരാ അലി റളിയല്ലാഹു കോളുടെ സഹായി പുള്ളുള്ള ചെത്തിട്ട് അത് മുമ്പോട്ട് ആട് ഒട്ടകല്ലിനെ ധനിമാർക്കും പിടിപ്പിക്കിട്ട് കാശ് പന്ത്രമാർക്ക് കൊമ്പടമദ്യാപത്തു അണ്ടത്തെ ആഹാരത്താനെ നടത്തുമ്പോൾ നിർത്തിയിട പാവത്തെ സാധുവായി വായിച്ച കാസില്ല എന്തുമില്ല അങ്ങനത്തെ ഫക്കീറായ മനുഷ്യന്റെ സമയത്തുള്ള 400 ദിർഹം ഈ 400 ദിർഹം ഈ ജന്മത്തിൽ ആകുന്നത് സാധ്യമില്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മോളെ തന്നകണ 400 ദിർഹം ബേക്കു നികുതിയാണ് യാ റസൂലുള്ളാഹ് 4 ദിർഹം നമുക്ക് ബഗയില്ലാതെ തന്റെ ഒട്ടിಗೆ 400 ദിർഹം കേട നാ ഇവിടെ തന്റെ നബിയെ ഇത് മൊത്തം നമ്മുടെ തണ്ടേക്ക് വേണ്ടിട്ട് ഞാൻ ആക്സിഡന്റ് വന്നിങ്ങ ചുമ്മലിനൊക്കെ ഫുഡ് ബാൻഡ് നമുക്ക് വലിയ കാരണം എല്ലാം ഓക്കേ ടൈപ്പ് പോയിട്ട് തിരിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാൻഡ് ടൈപ്പ് വേറെ വലിയ കാരണം സൈക്കിൾ തീരാത്ത തറബു തീരാത്ത ആക്കു തീരാത്ത ഡിമാൻഡ് വെക്കടെ അപ്പൊ നമുക്ക് അവനെ മുമ്പോട്ട് പാട്ട് പിന്നെ കേസില്ല നമ്മെ ഡയറക്റ്റ് വേണ്ട ചെല്ലുമ്പോൾ കേസ് ചിലരോട് അങ്ങനെ ഇതൊന്നും കേസില്ല അങ്ങനെ വേണ്ട ഇങ്ങനത്തെ പരിസ്ഥിതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെരിയൂ അലി റളിയല്ലാഹു തആല ഒരു സുഹൃത്ത് കിഴിഞ്ഞിട്ട് നിങ്ങൾ പൂർത്തിയാക്കാത്ത ഒരാളാണ് അത്ര ചലവാദി ഹഠവാദി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചെറിയ അവസരം നല്ല കൊണ്ട് സാധ്യമില്ലാത്ത പണക്കാവലാണ് അപ്പോൾ എനിക്ക് എപ്പാവും അപ്പാക്കിടുമ്പോ അതിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല ബ്രോക്കർമാരെ ജന്നാക്കി കേട്ടുള്ളത് നിർലക്കൽ നീപ്പാട്ട ഇപ്പൊ മോള് ബംഗാർ കേട്ടു 40 സെറ്റിൽമെന്റ് അല്ലാത്ത തോന്നലില്ല നിങ്ങളുടെ മോളെ നീപ്പാട്ട് വിലാക്കിട്ടല്ല ആട് മാർക്കറ്റിൽ വിലാക്കിയാൽ പോലെ ഓരി കൊല്ലിയത്തർക്ക് പോകുമ്പോണ്ട് ഇറങ്ങി വിലാക്കിയാൽ പോലെ മോളെ നീപ്പാട്ടിട്ട് ഇപ്പൊ കേട്ടിട്ടുള്ളത് ഒരു 45 സെട്ടാക്ക അല്ല 330 കിട്ടിയത് 30 കിട്ടിയിട്ടേ വേണോ ഇങ്ങനെ ആയിട്ട് വില പേശ ആളുകൾ മോള് കൊടുക്കുന്നത് ഇത് ധൈര്യ പരിസ്ഥിതി നടന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കിട്ടുന്ന എന്റെ മോൾക്ക് മഹ്റു അത് ഡിസ്കൗണ്ട് ആയിട്ടൊന്നുമില്ല നബി നല്ല കൊണ്ട് ആ മാവുല്ലെങ്കിൽ ആയപ്പതി എന്റെ മോളോ അത് നിൽക്കുന്നത് ഫിക്സ് ആകുക എന്റെ മോള് അർഹതായി ഒരു ചെറുക്കണക്കി ഈ ഭൂമിയിൽ കിട്ടിയില്ലെങ്കിൽ അത് അലിയത് നീളമാത്മാ നിക്കല്ലാണ്ട് എന്റെ മോളെ തന്റെ വിഷയം കൊടുക്കുന്ന വിഷയമൊന്നുമില്ല ആരും കൊടുക്കില്ല എന്റെ മോള് അർഹത എന്നൊരു ചെറുക്കയില്ലെങ്കിൽ നീള മാത്രം അലിയെ അതേപോലത്തെ ചുറുചുറുക്കുന്ന സ്വഭാവ ശൈലി അലിയെ തങ്ങളത് അതിബുദ്ധിവന്ന സ്വഹാബി അലി റളിയല്ലാഹു അൻഹു ഏതൊരു വിഷയത്തിൽ ചലാക്കി തന്നെ അലി റളിയല്ലാഹു അൻഹു ഏതൊരു വിഷയത്തിൽ അത് പൂർത്തിയാക്കാതെ പറയാതെ സോമാരി തമച്ചുള്ള പസ്തി അലി റളിയല്ലാഹു അൻഹു തൊട്ട് നോക്കിയിട്ടില്ല അങ്ങനത്തെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൈക്കട വിഷയത്തിൽ ചങ്കമാണ് അമരിയ അങ്ങനത്തെ വിഷയത്തില്ല നൈക്കടത്തെ നൈക്കടമേ അല്ലാഹു ഹലാക്കി ഏതു നൈക്കടമേ അങ്ങനത്തെ കച്ചക്കിട്ടിലിയുടെ പോലത്തെ ഒരു സ്വഭാവ ശൈലി അല്ലാഹു റസൂൽ വല്ലാതെ ഇഷ്ടായി നന്റെ മോളെ എങ്ങനെ ഒരു തെളിയക്ക് കഞ്ഞങ്ങ് കുഞ്ഞി കഞ്ഞി കൊടുത്തിട്ടു ഒന്ന് സുധാരി കല്ലിൽ തല വെച്ചാക്കൊണ്ടില്ല ചെന്നിട്ട് അലി റളിയല്ലാഹു പോയി കൊച്ചമ്മ നാളെ പിന്നെ വന്നു യാ റസൂലല്ലാഹ് 400 ദിർഹം റെഡി നബിയെ മോളെ മങ്ങിലാക്കി തരു നബിയെ കൂലിപണിയാകട്ടെ കോളുടവാണിയാകട്ടെ പുല്ലുടവാണിയാകട്ടെ ഇങ്ങനത്തെ അല്ലറ ചില്ലറ സ്വറല്ലാകട്ടെ അലിയെ തങ്ങളെ 400 ദിർഹം റെഡിയാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നൊരു പെണ്ണ് കേൾക്കണം അല്ലാഹുവിന്റെ റസൂൽ സരള രൂപത്തിൽ നിക്കാഹാക്കി കൊടുക്കുന്നു നിക്കാഹാക്കി കൊടുത്തിട്ടുള്ള പിന്നെ ഫസ്റ്റ് നൈറ്റ് കണ്ടിച്ചാവാം അതൊരു പ്രധാനപ്പെട്ട നാൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രായത്തിൽ ഫസ്റ്റ് നൈറ്റ് ചെന്നെങ്കിൽ വീഡിയോ
വാട്സാപ്പിലൊക്കെ എത്തിക്കുറങ്ങി അത് ഭാഷാസംഘടനല്ലേ ഫസ്റ്റ് നൈറ്റ് ഞങ്ങളെ റായത്തെ അവസ്ഥ പടച്ചവനെ ഒരു മുസ്ലിം ഉമ്മത്തിന് ചെന്ന സ്വറങ്ങല്ല ഞങ്ങളെ റായത്താക്കി ഈ താളവും മേളവും പട്ടാക്കി പൊട്ടുപാട്ടിലൊക്കെ ഇറന്നാല് പൊട്ടുപാട്ടില് കുറെ പുരാന്തമാർ വന്നത് പുല്ലുടെ കള്ളവന്നത് പോലെ മറുമോണ്ട് ജാവും 2 ഗಂಟೆ ജാവും കള്ളമാർ പണ്ട് 6-7 ഗಂಟೆ 8 ಗಂಟೆ കള്ളമാർ കണ്ടില്ല കള്ളമാർ ജാവുക ഉറങ്ങുക അങ്ങനെ ആയിട്ട് മറുമോട് പണ്ട് പുതിയ കള്ള വന്നവരുടെ കുറെ പുരാന്തമായ പാലക്കാരൻ കുട്ടിയുണ്ട് ആ പാലക്കാട് ഒന്നും സുബി നിസ്കാരത്തിൽ ആക്കടൊക്കെ തന്നില്ല നിസ്കാരം വാർത്ത പള്ളി പോയി വായിക്കും ഇല്ലെങ്കിൽ വായിക്കും ഈ കൂട്ടായിട്ട് കൊണ്ട് ചങ്ങായിമാർ ഓണലായിട്ട് പോലെ മംഗലാക്കി കൊടുത്തു ഈ കൂട്ടം വന്നിട്ട് തിന്നിട്ട് നക്കിട്ട് കരാട്ടയും ഗുൾമാറുമായിട്ടും പിടിയും ചെല്ലണ്ടൊക്കെ സജ്ജത്തിട്ടൊന്നും കാര്യമില്ല ഇന്റെ മനുഷ്യന്മാർ യാറെ ನೆನಪಿಸಲು ಇಂದ ಮನುಷ್ಯನ್ಮಾರು ಯಾರ ಬೀದಿಗೆ ಹೋದ ಎವಡೆ നമ്മുടെ മങ്ങിലത്തെ കാരണം 90% ആളുമാരുണ്ട് ബീദിക്ക് പോകുന്നതിന് നമ്മുടെ മങ്ങിലത്തെ കാരണത്തിൽ അവിടെ ബാണ്യ സമയത്ത് പൊളിഞ്ഞതവളുടെ മോളുടെ മങ്ങിലത്തെ കാരണത്തിൽ അത്ര കടാക്കി വെച്ചിറ ഈ ബാണ്യത്തിൽ എന്തോന്നും മേൽപോലും പോലില്ല ഇതിന്റെ ലാഭത്തിൽ എന്തോന്നും മങ്ങിലാക്കി കൊടുക്കും പോലെ വേണ്ടേ ആ കടത്തെ തീർക്കും പോലെ പോയില്ല ഒന്ന് ബാണ്യത്തോടെ മനസ്സിലാക്കിയ ഇന്നങ്ങാണ്ട് ഷോപ്പറോട് പിത്ത വെച്ചൗത്ര പിത്ത എത്ര ആളുമാറുള്ളത് യക്ഷരം സാളുമാരുടെ ബാണികളും വീസിലും തെച്ചിട്ടുള്ളത് മോളെ മങ്ങിലായ പിന്നെ ബാണികളും കൊണ്ട് പരിസ്ഥിതി വന്നത് ഹള്ളി പ്രദേശത്തിലല്ല മോളെ മംഗല കാരണത്തായിട്ട് ഇന്ന് തോട്ടവും കണ്ടോട്ടുള്ള കൃഷിയിടത്തെ യൗത്ര ജാലടയും വിത്തതിന്റെ മോളെ മംഗലത്തെ കാരണത്തായിട്ട് ഇസിത്തിക്കടെ പോട്ട പരിസ്ഥിതി വന്ന് യക്ഷംശ മുസ്ലിമിടങ്ങളെ ബാങ്കുകൾ മുമ്പേറ്റി 8 പാട്ട് ബാങ്കുകൾ 10 പാട്ട് ഏതെങ്കിലും മോളെ മംഗലത്തെ കടത്തെ കാരണത്തിൽ യക്ഷംശ ആളുമാർ ഔത്ര പിത്തലിക്ക് ഫൈനാൻസർ റൗഡിമാർ വന്നേ പോതെ കേട്ടെങ്കിൽ മോളെ മംഗലത്തെ കാരണത്തായിട്ട് യക്ഷംശ ഔത്ര ആളുമാർ മാനസിക രോഗിയായത് ബാപ്പമാർ മോളെ മംഗലത്തെ കാരണത്തിൽ ഇങ്ങനത്തെ മോളെ മങ്ങിലത്തെ കാലത്ത് സമ്പൂർണ്ണ കുടുംബ സർവനാശമായി പോയി ആരെ സന്തോഷമുള്ള റായത്തങ്ങളെ കുറിച്ചാക്കുവാട്ടൊക്കെ വേണമായിട്ട് റായത്തങ്ങളെ വേറെ തുറപ്പൊക്കെ വേണമായിട്ടാക്കിയ പണിയുന്നു ഹാളുടെ അഭിവൃദ്ധിയാക്കുക വേണമായിട്ട് വലിയ വലിയ ഹാളുകൾ അങ്ങനെ അഭിവൃദ്ധിയാക്കുക വേണമായിട്ട് ഇതൊക്കെല്ലായിട്ട് വേണമായിട്ട് ഓൺ വീതിക്ക് പോകുന്ന എത്ര നമ്മൾ കണ്ടോട്ടുള്ള ദിവസങ്ങൾ മുസ്ലിങ്ങളെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫസ്റ്റ് നൈറ്റ് ഉണ്ട് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറുത് അലിയെ ഫാത്തിമ നക്ക് നിങ്ങൾ ഒട്ടിക്കതല്ല പളക പറയുള്ളൂ അത്ര നേരം നിങ്ങൾ അതേപോലെ ഉറങ്ങിയിരണ്ട ഡോറിട്ടിരണ്ട സിൽക്കിരിങ്ങ ബന്ധാക്കിയിരണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളോട് അലി തങ്ങളും നിശാനസ്കാര കഴിഞ്ഞ പുറത്ത് എന്തെങ്കിലും പിന്നെടുത്ത് കുടിക്കുന്നതല്ല കഴിഞ്ഞ പുറത്തേക്ക് നേരെ ബെഡ്റൂമുക്ക് പോയി ബെഡ്റൂമിൽ കട്ടിൽ ഇന്നത്തെ പോലത്തെ ആഡംബര കട്ടിലല്ല ഈത്തപ്പളത്തെ മറത്തെ കൊട്ടലിക കൊണ്ടിട്ടുണ്ടാക്കിയ കട്ടിൽ ആ കട്ടിലിന്റെ 2 സൈഡ് ജണ്ടാള് വെച്ചാൽ ബഹുമാനപ്പെട്ട അരിയത്തങ്ങളും ഫാത്തിമ റളിയല്ലാഹു അൻഹ ജണ്ടാളും പളക്ക പറഞ്ഞിട്ടില്ല മുഖം നോക്കില്ല എന്തിൽ ചെന്നെങ്കിൽ കാക്ക ചെന്നത് ബണ്ട ചെന്നത് ഫാത്തിമ ധരിച്ചത് നിന്റെ പാപ ബണ്ട ചെന്നത് അതിൽ പിന്നെ ബാക്കി വിശേഷം ചെന്നിട്ട് അങ്ങനെ തെല്ല നേരം അവളോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന സലാം ചെന്നിട്ട് ആ പ്രൈവറ്റ് ബെഡ്റൂമിലേക്ക് പോയത് നടുവിൽ വെച്ചിട്ട് ജണ്ടാളെ മുട്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമയുടെയും അലിയുടെയും മുട്ടാക്കിയിട്ട് ഇറങ്ങി പിടിച്ചിട്ട് അങ്ങനെ ജണ്ടാളെ തല കൈ വെച്ചൊരു ദ്വാരക്ക് ഫസ്റ്റ് നൈറ്റ് ഒരു പാപ്പട റോഡോളൂ ഫസ്റ്റ് നൈറ്റ് ഒരു കാക്കട റോഡോളൂ ഉമ്മക്കും ബാപ്പും പുതിയ കാണുന്ന 4 നാൾ കളിച്ചിട്ട് മങ്ങിലായി കാണുന്ന പളക്കോറെ ഉപയോഗിച്ചിട്ടില്ല ജണ്ടാളെ തലക്ക് കൈ വെച്ച് അലിയെ തങ്ങളുടെ തലക്ക് കൈ വെച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദ്വാരക്ക് പർവ്വതത്തിൽ വേണമായിട്ട് പിന്നെ ചെറു അല്ലാഹുമ്മ ഹാദാ അലി അഹബ്ബന്നാസി ഇലയ്യ ബാഹിഖാ പടച്ചവനെ ഇത് നിന്റെ വിരസത്തെ മറമോടെ അലിയ തമ്പുരാനെ ഈ ഭൂമിയിൽ വെച്ച് നിനക്ക് യാറെ ഇഷ്ടമുള്ളത് അലിയുടെ ഒട്ടേ തമ്പുരാനെ അതുകൊണ്ട് അല്ലാഹുവേ ഈ അലിയുടെ ദീനും തിരുസഭയ്ക്കുള്ള തമ്പുരാനെ ബഹുമാനപ്പെടാതെ തങ്ങളെ തലക്ക് കൈ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ദ്വാരകള് അതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ തലക്ക് കൈ വെച്ച് ദ്വാരകള് اللهم هذا فاطمة أحب الناس إلي فأحبها أحب الناس إلي فأحبها
ഇന്നെന്റെ തിരുസത്തമോള് ഫാത്തിമ തമ്പുരാനെ ഈ ഭൂമിയിൽ വെച്ച് നിനക്ക് യാതൊരു തിരുസുള്ളത് ഇന്നെന്റെ തിരുസത്തമോള് ഫാത്തിമയുടെ കുട്ടിയെ തമ്പുരാൻ അതുകൊണ്ട് നിന്റെ ഫാത്തിമയുടെ നീളം തിരുസഭയ്ക്ക് അങ്ങനെ ദുആ പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചണ്ട് കുഞ്ചി കൈവച്ചിട്ട് അലിയെ ഇത് നിന്റെ മോള് ഫാത്തിമ അലിയെ ഇത്ര വർഷത്തിൽ നിന്റെ കുട്ടിക്ക് വന്നത് അലിയെ നാളെ തിരുസല്ലാട്ട് അവൾക്ക് നാളെ അരസ കൊടുത്തിട്ടില്ല അവളെ നാളെ ബേജാറാക്കി പാട്ടിട്ടില്ല പട്ടിനെ അവള് വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒട്ടിക പട്ടിണി വെച്ചിട്ടിക്കുക ബേജാറാക്കില്ലെങ്കിൽ ഞങ്ങൾ ഒട്ടിക ബേജാറാക്കിട്ടിക്കുക സന്തോഷപ്പെട്ടാണ് ഞങ്ങൾ ഒട്ടികമേ സന്തോഷപ്പെട്ടിട്ടിക്കുക നിന്റെ കഷ്ടം തിരിച്ചെന്ന് നിന്റെ മോൾക്ക് സമത്തിൽ കൊണ്ടുള്ളത് മോള് ചെന്നെങ്കിൽ ആലോചന നക്കും സമത്തിൽ കൊണ്ടുള്ളത് അതുകൊണ്ട് എന്റെ ഫാത്തിമാണ് നിൽക്കുന്നതാണ് അള്ളാഹുടെ പേര് ചെന്ന് പടച്ചറപ്പട ശാസിനിപ്പാടിക്ക് മങ്ങിലാക്കി തരുന്നത് നിന്റെ ഫാത്തിമാണ് നിന്റെ മോളെ മനസ്സിൽ നമ്മളാക്കുക തീരാ നിന്റെ മോളെ പട്ടിണി പാട്ടുക തീരാ നിന്റെ മോളെ ബേജാറാക്കുക തീരാ നിന്റെ മോൾ അതേപോലെ ഇന്നത് സുധാ ഇന്നതല്ല അഡ്ജസ്റ്റ്മെന്റ് ആക്കിയത് കൊണ്ടവളായെങ്ക നിന്റെ മോളെ മനസ്സിൽ നമ്മളാക്കിയിട്ട് അവളെ തരുടെ തന്നിയുടെ പോലത്തെ പരിസ്ഥിതി ഉണ്ടാക്കി തീരാ അലിയേ അലിയേ നിന്റെ മോളെ വിശ്വസിച്ച് അള്ളാഹുടെ ജാഗ്രത ആക്കി അലിയേ അങ്ങനെ കുറെ വിഷയത്തെ റളിയല്ലാഹു തആല അൻഹു വസിയത്താക്കൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെന്ന ഫാത്തിമ അലിയെ ചെന്നങ്ങാറുണ്ട് നിക്ക് തരൂ അലി റളിയല്ലാഹു പർത്താളും ആളല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്ത അബൂ താലിബ് റളിയല്ലാഹു അൻഹു അബൂ താലിബിന്റെ മോനായിട്ട് അലി റളിയല്ലാഹു അൻഹു സ്വന്തം മൂത്തയുടെ മോനയെ മീലാക്കി കൊടുത്തത് പാവത്തോട് തിരിഞ്ഞിട്ടേ കൊടുത്തത് ഫാത്തിമ അലി ആരുടെ നിക്ക് തരുവോ അതേപോലെ എന്തും പാവത്തവണോ എന്തുമില്ലാത്തവണ് കഷ്ടത്തുള്ളവണോ ഒരു നേരത്തെ ആഹാരത്തിന് വേണമായിട്ട് കൂലിയെടുക്കണ അയാള് ഇതെല്ലാം നിക്ക് തരുവായിരുന്നു ഫാത്തിമ അതുകൊണ്ട് ഫാത്തിമ കഞ്ഞെങ്കിൽ കഞ്ഞി തെളിയെങ്കിൽ തെളി ഇന്നത് കുറിച്ച് സുധാരിക്കണം ഫാത്തിമ ഫാത്തിമ നിന്റെ മനസ്സിൽ നമ്മളാകുന്ന തീല ഫാത്തിമ സുബിയുടെ ബോധ്യത മോന്തി വേണ്ട സന്ദർഭത്തിൽ കഷ്ടവും ദുഃഖവും അനുഭവിച്ചിട്ട് വേണ്ടത് ഫാത്തിമ നീന് പറഞ്ഞാൽ പിന്നെ നിന്റെ ഉത്തര പ്രത്യേക കിരിക്കിരി ഇന്നും കൊടുത്തോളൂ മനസ്സിൽ നമ്മളാകുന്ന തീല ഫാത്തിമ മാപ്പിളാളുടെ കഷ്ടത്തെയും സുഖത്തെയും രണ്ടും ഒരുപോലെ തെരിയണം ഫാത്തിമ അവന് ചിരിക്കുമ്പോ നീനും ചിരിച്ചിട്ട് അവന് ഉൾപ്പെടുമ്പോ നീ ചിരിപ്പാടുന്ന പ്രയത്നം ഫാത്തിമ നിക്ക് ചുമ്മ വിശ്വസിച്ച് എന്തെങ്കിലും ആശയിക്കോ ആകാംക്ഷയിക്കോ എന്തെല്ലാം ആഗ്രഹിക്കോ അത് വേണോ ഇത് വേണോ ചെന്നിട്ടോ നിന്റെ അരിയുടെ നിന്റെ മാപ്പിളുടെ നിലയും വിലയും സൗകര്യവും നോക്കിയിട്ടേ നിന്റെ ആശയ ചൊല്ലണോ പുറത്ത് അവന് ഉത്തരം തീരാത്ത പോലെ നിന്നെ കൊടുത്തിട്ടുണ്ട് ഫാത്തിമ അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചൊല്ലുന്ന വസിയത്ത് രണ്ടാളെ പാട്ടിൽ ചെന്ന് മണവരിക്കാക്കി കൊടുക്കുന്നു ലൈഫ് ചെന്ന് കേന്ദ്രീകരിച്ച പ്രഥമ ട്രെയിനിങ് ആയിട്ട് മക്കൾക്ക് കൊടുക്കുന്നു ഇത്ര ചന്തത്തെ പളക്കം ആ പളക്കവും മാപ്പിളയും പിന്നീട് അനുസരണാക്കിയാണ്ട് കണ്ടെങ്കിൽ നിന്ന് സമസ്യക്കുക നിങ്ങളൊക്കെ സമസ്യമായിട്ട് പെഞ്ഞകത്ത് അവളതായ ഒരാശ മാപ്പിള പോലീസ് ഉറത്തവണ മാപ്പിള പാണിയത്തവണ വാണത്തിലെ കടത്തുള്ളവണ നഷ്ടത്തിലുള്ളവണ കാസില്ലേ എന്തും നിങ്ങളെ പെണ്ണുങ്ങൾ തെരിയണ്ട നിങ്ങളെ പണിയായെങ്കിലുമായി നിങ്ങളെ പണിയായെങ്കിലുമായി അനക്ക് നിന്റെ വിജയം തെരിയണ്ട മോളവസ്ഥ കാണാപ്പുറത്തിൽ മോള് മങ്ങിയാവുടെ സന്ദർഭത്തിൽ ബാപ്പാ ഇത്ര ബംഗാറ് വേണോ ഇത്ര ഡ്രസ് വേണോ ഇങ്ങനത്തെ ഡ്രസ് വേണോ ഇങ്ങനത്തെ ആഹാരം വേണോ ഇത്ര ആള് മാറും എന്റെ ഫ്രണ്ട്സ് രംഗ പണ്ടത് ഇന്ന ജാഗലെ എന്റെ മങ്ങിലാവണോ ഇന്ന ജാഗല എന്റെ മെഹന്തിയാവണോ അധികം കുറുടിയാകില്ല ഇതെല്ലാം ആ പെഞ്ഞை മോളായവൾ പോരട്ടും 10 20 സൗത്തുള്ള പന്ന മോളായിട്ട് പാപ്പടൊട്ടിക്ക് കണ്ടീഷൻ വെക്കുന്നത് അല്ലെ മുമ്മറൊട്ടിക്ക് ചെല്ലുപാട്ട് ആക്കില്ല ആവില്ലാണ്ട് ചൊല്ലുകൊണ്ട് ನಾವು 10 ಗಂಟೆಲೊಳಗೆ ಬೇಜಾರಾವು മോളെ ആസല്ലവിടെ ചെന്നോണ്ട് മോള് കണ്ടറാക്കണ മനസ്സിൽ തൃപ്തിയാവുക വേണമായിട്ട് അവള് ചെന്ന് സ്വറകളുടെ കഷ്ടത്തെ കണക്കിലെടുക്കാണ്ടവണാകട അയ്യങ്ക 18 ദിവസത്തിൽ മോളെ നീ നടത്താക്കിയത് പോയി പോന്നിട്ട് 19 20 ദിവസത്തിൽ മോള് നിന്റെ തെല്ലു മറത്താക്കിയിട്ടേ ഇല്ല അർത്താക്കട പോലത്തെ വ്യവസ്ഥ നീ ആക്കി കൊടുത്തിട്ടുമില്ല നീ മോളെ അർത്താക്കിയ മോള് മാത്രം നിന്റെ അർത്താക്കിയിട്ടേ ഇല്ല എന്റെ ചെല്ലുള്ള അർത്താക്കും നീ വിട്ടിട്ടില്ല നിന്റെ കട നിന്റെ മോഡല് ചെന്നിട്ടില്ല നിന്റെ കഷ്ടം നിന്റെ മോഡല് ചെന്നിട്ടില്ല നയിപ്പില്ലാത്ത സന്ദർഭത്തിൽ മോഡൽ ആ കഷ്ടത്തെ ചെന്നിട്ടില്ല
കാശില്ലാത്ത സന്ദർഭത്തിലും നീ അത് വിസിയാൻ നിന്റെ മോഡൽ ചെന്നിട്ടില്ല. നിന്റെ കൈകാൾ അമ്പലായിട്ട് സീക്കിൽ പോകുന്നപ്പോ നിന്റെ കഷ്ടത്തിൽ നിന്റെ മോഡൽ ചെന്നിട്ടില്ല. അവൾ എല്ലാ ടൈമും വയറുന്നോടി നീ കൊടുത്തോണ്ടിന്ന, കേട്ട് ഡ്രസ്സെല്ലാം കൊടുത്തോണ്ടിന്ന, എല്ലാ സൗകര്യമായിക്കൊണ്ടിന്ന, യൂട്ടമാ കടാക്കിട്ട് വന്നിട്ട്, യൂട്ടമാ പട്ടിക്ക് വന്നിട്ട്, ആരതോ എടുത്തു വന്നിട്ട്, എന്തോ നീ വിറ്റിട്ട്, എന്തായാലും മോളെ എല്ലാ സ്വറത്തെയും നീ പരിപൂർണമായിട്ടും അവൾ ചെന്നതുപോലെ നീ പാലനാക്കിയ. അതുകൊണ്ട് അവള് പോലും പേരിച്ചത് പാപ്പക്ക് കടയില്ലാണ്ട് പേരിച്ചത്, പാപ്പക്ക് കഷ്ടമില്ലാണ്ട് പേരിച്ചത്. ലൈഫിലെ കഷ്ടപ്പാടും കഷ്ടവും നഷ്ടവും നിന്റെ മോൾക്ക് അർത്ഥായിട്ടേ ഇല്ല, നീ അർത്ഥാക്കി കൊടുത്തതുമില്ല. അവളെ ജവാബ്ദാരി നീ പഠിപ്പാട്ടിയതുമില്ല. അതിൽ ഫൈലായ അവിടെ ഫൈലായത് അവളെ ആ സൗകര്യം പൂർത്തിയായി ചെറിയ പിന്നെ അങ്ങനമേ അവൾ കേട്ടതെല്ലാം കൊടുത്തു. എന്താ കേട്ടതെല്ലാം കൊടുത്തമേ നിന്റെ കഷ്ടത്തെ നീ ചെന്നില്ല. നിന്റെ പിന്നെയായി അവളെങ്കിലും ചെന്നടാ. എന്റെ പാപ്പ കഷ്ടത്തിലുണ്ട്, കടത്തിലുണ്ട്, വട്ടിക്ക് കിട്ടിയോണ്ടുണ്ട്, നയിപ്പില്ല, കൈകാള് ആയിട്ടുണ്ടയാള് അയക്ക് തീറാണ്ടായിട്ട് മജ്ബൂരിയായിട്ട് സ്വർത്തക്ക് പോയിട്ടുള്ളത്. വേറെ തെരുവിലായി പോയില്ലാണ്ട് കടന്നിട്ട് പട്ടിണിയാവുന്ന കഞ്ഞിയുടെ പകവായിട്ട് പോയിട്ടുള്ളത്. പെഞ്ഞയായ അവൾക്ക് ചെന്ന് കൊടുത്തതാ, അവളെ ഉമ്മയ്ക്ക് ചെന്ന് കൊടുത്തതാ, അവളും ചെന്ന് കൊടുത്തില്ല. അവളും കൊണ്ട് പറഞ്ഞ മാപ്പിളയുടെ കഷ്ടത്തിലേക്ക് മുമ്പ് അവളും പറഞ്ഞു, എന്തിനാ അത് കൊമ്പറക്കാവില്ലേ, ഇത് കൊമ്പറക്കാവില്ലേ, അപ്പുറത്തെ നോക്കാനാക്കിയാൽ ഇങ്ങനെ ഇപ്പുറത്തെ ഇങ്ങാക്കിയാൽ ആളെ അവസ്ഥ കാണ്ടില്ലേ, എത്ര ചന്തത്തിലങ്ങ് കൊണ്ടുള്ളത് നീ എന്താ അങ്ങനെ ആക്കിയതായിട്ടുണ്ട്. നിന്റെ മോളെ മങ്ങിലാക്കി കൊടുത്തു. പിന്നെ മങ്ങിലാവുടെ സന്ദർഭത്തിൽ പുതുപളക്കാവുള്ള അവസ്ഥ എങ്ങനെ? നിന്റെ മാപ്പിളയുടെ അവിടെയുള്ള സുഖ എന്തുണ്ടോ സൗകര്യം എന്തുണ്ടോ അതിന് പാതിയെ മോൾക്ക് ചൊല്ലണം. പാതിയെ ചൊല്ലണം മോൾക്ക്. അവിടെ എല്ലാ സുഖവും സൗകര്യവും സന്തോഷവും നിന്റെ മോൾക്ക് ചൊല്ലുന്നില്ല. ബദൽ പാതി ചൊല്ലണം. അവിടെ പോയിട്ട് എത്തിയ പിന്നെ പാപ്പ ചെന്നതുപോലെ ഒന്നുമില്ല. അതിനൊക്കെയാണ് നല്ല സൗകര്യത്തിലൂടെ, അതിനൊക്കെയാണ് റാഹത്തിലൂടെ, അതിനൊക്കെയാണ് കൊസുണ്ട്. ബാപ്പകൃത്യങ്ങളിൽ കുരുടി ചെന്നിട്ട് നിന്റെ മോളോ നിന്റെ ആ ഊത്തുകൊണ്ട് അഭിമാനപ്പെടണം. ഇണ്ടങ്ങനെ ఇంటి పెరుగు అవంటే బాడీ గడగ ఈజన జనాన్ని బాడీ గడగ తన జీజీ అవుతుంది కూతిరాంటే చండల ಅದೊಂದು ಸೌಕರ್ಯ പോലെ ಪರಚರಕು ಎಡೆಗೆ ಏದರು ಮನುಷ್ಯರು ಸ್ವಂತಾಗ ಚಲವರು ಸ್ವಪ್ನವರಿಗೆ ನಾವು ಅಲ್ಲಾಹು ಬಾಡಿಗಳಿಗೆ ಈಜರೌತ್ತದೆ ಈ ಕಡೆ ಚಿರಿದೆಗೆ ಸಿರಿಯದು ಬಿರಿಯದಿಗೆ ಬಿರಿಯದು ಸ್ವಂತമായിട്ടാണ് ടിക്കറ്റ് ഇരിക്കുന്ന പോലെ അല്ലാഹു ഭാഗ്യം അതിൽ വേണത്തിലും സൗലഭ്യം സമ്പത്തും അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് മുഖ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വന്തം ഒരു വാഹനം അവർക്ക് സൂട്ട് അവിടെ കൊടുത്തൊരു വാഹനം സ്വന്തം അക ഇതൊരു മനുഷ്യർ കിട്ടിയിട്ടുണ്ട് കണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു തആല ഖൈർ കൊടുക്കാൻ കൊടുത്തത് സൂചനയായിട്ട് ചെന്നിട്ട് ഞാൻ ചെന്നോട്ടിലെ ഇന്നവണ നല്ല ഉത്തരതി ഇന്നവണ നല്ല കാറാണ് ഇന്നവണ നല്ല ബംഗാറെടുക്കും മാത്രം എന്താവും കുത്തിയിടാ വെട്ടിയെടുത്തിട്ട് കാട്ടിട്ട് വീട്ടിലാക്കണ്ട നിക്കുണ്ടെങ്കിൽ അല്ലാഹ് നിനക്ക് തന്ന അനുഗ്രഹത്തിനെ അഭിമാനപ്പെടല. ഈ പുരകെട്ട പിട്ടാസി കെട്ടേണ്ടത് വേണാത്തിൽ എന്തില്ലാത്ത വേണ്ടതും വേണ്ട, എന്തും ഇല്ലാണ്ട് വലിയ ഹമ്മാനുണ്ടാവലാകുന്നതും വേണ്ട. ഇന്ന പോലെ നിന്റെ ലെവലിൽ ലെവലിൽ പോന്നിയത് ആരെത്തി വേണം ചെല്ലിട്ട് ഞങ്ങൾ അകല കെട്ടാറുകൾ വേണ്ട ഭർത്താക്ക് കാണാൻ വേണ്ടതൊക്കെ കേട്ട് ഈ ഗൾഫിൽ അകൽ പോവുകയോ പോകുന്നു. ഈ അറബിമാർ ചങ്ങായി മണൽ ഒട്ടിക്കുന്ന ആൾ മറല്ല അവനൊത്തുകൾ മങ്ങിയത്ത് കല വിളിക്കുന്നത് മങ്ങിയത്ത് കളിപ്പിച്ചാണ് അകല കാണാൻ ദാവത്ത് സുഖത്തിൽ വിളിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ പഠിച്ചാൽ അറബിമാറുള്ള കഫീലുമാറുള്ള കോട്യാധിപതിമാറുള്ള ഒരു അവസ്ഥ പരിസ്ഥിതി എതിർക്കണം ഞങ്ങളെ റോഡ് സൈഡിൽ നിങ്ങൾ നോക്കിട്ടിപ്പോറല്ല ഗൾഫിലുള്ള അറബിമാരാകാറില്ല. ഭർത്ത സൈഡിൽ സബ്ജിയുടെ കമ്പനി കമ്പൗണ്ട് പോലെ ജെൻഡർ ഫ്ലോർ ഇരു വീട്ടിൽ എത്ര മതിൽ കെട്ടാറാകാറോ ഒരു പക്കി സമയത്ത് പാറാക്കുന്നത് പോലെ ഇന്ന ഭർത്തയുടെ മയക്കം കൊടുക്കാണ്ടത് ചന്ത കാണാൻ എന്തിനും ഒരു ഉൽപ്പന്നമില്ല. ഒരു കൂട് ഒരു ഏനാളെ പ്രായത്തിൽ കോളിന്റെ കണ്ടിൽ കൂടി കോളിന്റെ കൂടി അങ്ങനത്തെ കൂട് പോകുന്നത് കൂട് അത്ര ഉൾഗത്ത് പോകുമ്പോഴത്തേക്കല്ലത് അതൊരു സ്വർഗാന്തരം എല്ലാ സൗകര്യവും അത്ര ഉൾഗത്തിൽ പോയി ഞങ്ങളെ പ്രായത്തിൽ 25 അക വേണം അവർക്ക് ഉൾഗ മാത്രം സട്ടാക്കുന്നുണ്ട് കണ്ടെങ്കിൽ അത്രയും ഒരു സൗന്ദര്യം അത്രയും ചെലവാക്കണം അവർക്ക്. അപ്പൊ നാളെ ഇങ്ങനെ വളക്കറിയുമ്പോൾ ചെല്ലേ നിങ്ങളെ പ്രായത്തിൽ നിങ്ങൾ എനിക്ക് ഭീരാന്ത
എന്തേ കേട്ടെ ನಾನು കേരള കർണാടക ഭാഗത്തുള്ള സാധനങ്ങളെ സ്വത്തങ്ങളെ പിന്നെ ಒಟ್ಟಿಗೆ ಸ್ವರ ಕಾಲ್ಮರಲ್ಲ ಉಳ್ಳಗಳ എന്ത് കഷ്ടപ്പെട്ട് കൊണ്ടേ ക്രമമുണ്ട് അവിടെ പോയിട്ട് നോക്കി എന്ത് ചന്ത നിങ്ങളെ റായത്തക കാണുന്നത് ഭാരി ചന്ത കണ്ടു ഉൾഗത്ത് പോയിട്ട് മനുഷ്യ പോലെ നാർത്തവന്നത്തില് ഇന്ന് സോഫ സട്ട വരിച്ചിട്ട് ഇങ്ങനെ ഒരു നീട്ടായിട്ട് വയ്ക്കുന്ന ക്രമങ്ങളിലെ ഉൾഗത്തില് നിങ്ങൾക്ക് കെട്ട റായത്തിന് ചന്ത കാണുന്നതായിട്ട് ഞങ്ങൾക്ക് കെട്ട ഞങ്ങളെ പിന്നെ ചന്ത അല്ലേ ഒക്കെ ചിലറുള്ള ഞങ്ങൾ അക കെട്ടി വന്ന് ഞങ്ങൾ അവസ്ഥ എൻട്രൻസ് നോക്കുമ്പോൾ സിറ്റ് ഔട്ട് മാത്രം മർക്കർ സൈഡ് നോക്കുമ്പോൾ അകവകോൾ വന്നോണോ പല്ല് തിന്നിട്ട് പല്ല് കോലിട്ട് ഭാരി നല്ല കട ഭാരി ചന്ത ഇന്നും ചില വാക്യമാണ് ചെന്നൊരു മനസ്സിലൊരു ഭാവന കടാക്കിട്ടങ്ങളുടെ ഫൈനാൻസിലോട് പട്ടിക രണ്ടങ്ങളുടെ വെടിപിടിച്ചത് ഒരു പത്രാക്കൾ ഇന്നും ചില വാക്യമാണ് ബാബാ ഇതിന് വീട്ടിൽ ಬಂದ ಎಲ್ಲರೂ ಪಾಳಿಗೆ ಕೋಲಿಟ್ಟು ಹೋಗೋದು ಚೆನ್ನಬೇ ಭಾರಿ ಚಂದ ಭಾರಿ ಸಿಕ್ಕೌಟ್ നല്ല ಅದರ ಪಿಲ್ಲರ್ നല്ല ಅದರ ಆರ್ಕ್ നല്ല ಭಾರಿ നല്ല ಆಯ್ತು ನಲ್ಲವೇ നല്ല ഔത്തുള്ള സമസ്തകൾ വെച്ച് തന്നെ ആക്കി കുടിക്കുന്ന ഒരു വ്യവസ്ഥ അതും ഇല്ല ഒരു ദോത്രകേറ്റി അതും ഇല്ല ഔത്തുള്ള ചെന്നാല മൂന്നാള് ഇത് ഔത്തുള്ള സുബൈകേറ്റി പെണ്ണിങ്ങ തോത്തി നിങ്ങൾ കൈക്കാള പോകുന്നത് മറ കെട്ടിട്ട് എപ്പോ നോക്കുന്നത് ഒരു നടുവ് സുമാർ അവകില്ല കാരണം നല്ല തോത്തിട്ട് കക്കൂസ് കളിയിട്ട് ഔത്തുള്ള മൂന്നാള് 8 ബെഡ്റൂം അകായികള് കീഴും മേളും അവള് തോത്തി അവൾ മറ കെട്ടി പോയത് എന്തെങ്കിലും വിഷയമില്ല പത്ത മുൻകൊസി അവൾ ആഹാരമാണ് എന്റെ പിന്നീട് നടന്നു പറയപ്പെട്ടിട്ട് സിക്കുന്നു മൂലം തൊന്തരത്തില്ല അവളെ മുട്ട് നമ്മളെ തൊന്തരത്തില്ല ആർക്കും പോയില്ല വിഷയമില്ല സ്വറ ആക്കി മറ കെട്ടിട്ട് ചാവശ്യ വിഷയം തല്ല റായത്തെ മാത്രം അവളാക്കാൻ നോക്കിയിട്ട് ഇതേയുള്ള വിഷയം ಮಂಗಿನ ವಿಷಯ ನನ್ನ ಆತ್ಮಹತ್ಯೆ ಮೇಲೆ ಬಿಸಿ ಅಂದಿಲ್ಲ ಅವಳ ಆಸೆ ನನ್ನ ಫ್ರೆಂಡ್ಸ್ ನನ್ನ ಕ್ಲಾಸ್ಮೇಟ್ ಎಲ್ಲ ಬರುವುದು ಅಂಕಿ ಮಗ ಮಂಗಿ ಜಗ ಹೋಗ ಎಲ್ಲೋ ಐಟಮ್ಸ್ ತಿನ್ನಡದಲ್ಲಿ ಹಾಕಿ വെച്ചിട്ട് വലിയ ഹാൾ വെച്ചിട്ട് ಎಲ್ಲ ചമയിച്ച് വെച്ചിട്ട് ഇത്ര പങ്കാൾ ക്ലാസ് ഇട്ടിട്ട് അങ്ങൊരു ഫോട്ടോ എടുക്കുമ്പോൾ സെൽഫി എടുക്കുമ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒന്ന് കൊസിയായി ഇത്രയുള്ള വിഷയ ആത്മഹത്യക്ക് വിഷയം അല്ലേ മാപ്പിള റായത്തിൽ കോട്ട്ലാപ്പറ മങ്ങിലായി അറ്റന്റെ മോളെ മങ്ങിൽ ഒന്ന് ചന്തത്തിൽ പെണ്ണിങ്ങ ചെല്ലത് എന്ന് മോളെ മങ്ങിൽ ഒന്ന് ചന്തത്തിൽ കഷ്ടവളെ ചെല്ലത് കഷ്ടമുണ്ട് പൈസ ഇല്ലാണ്ട് ലഭിച്ചാക്കുള്ള ജാവ് ഉറങ്ങില്ല എന്നുള്ള പളക്കം പറഞ്ഞോളൂ ഡിഗ്രി പളക്കം പറഞ്ഞോളൂ പൈസ പഠിച്ച മങ്ങിൽ ഒന്ന് ചന്തത്തിൽ ഇങ്ങനെ ആയിട്ട് ഞങ്ങൾ തീർന്ന ലൈഫ് ഞങ്ങൾ ഇങ്ങനെ ചെന്നോട്ടുള്ളത് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയത്ത് ഒരു ബാപ്പായും ഉമ്മാവോടും മോള് പുതുവളകവരുടെ കാണുമെന്നോളൂ മോൾക്ക് പുതുവളകവരുടെ കാണുമെന്നോളൂ അങ്ങ് ദാമ്പത്യ ജീവനത്തിന്റെ നിലയും വിലയും സൗകര്യവും കഷ്ടവും സുഖവും രണ്ടും ചെന്ന് കൊടുക്കണോ ഉമ്മായോട് മോളെ നീ പാടുകളു മോളെ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ പടക്കാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപാടി സ്വഭാവ ശൈലി അതിൽ മംഗളാവിടെ കാണാം മുന്നോളും മോളെ പാട്ടി എല്ലാ കഷ്ടവും സുഖവും ഒഴുകു ചെല്ലും മോളെ മംഗളായിട്ട് കൊണ്ട് അരങ്ങത്തത് ഔത്ര പെണ്ണിങ്ങൈക്കുവറ് നല്ലതും ചോറുതും ചെണ്ടിടയിൽപ്പെടെ പെണ്ണിങ്ങൈക്കുവറ് നിന്റെ ഒത്തിരി മച്ചിഞ്ചി മാറിക്കുവറ് മച്ചിനമാർ പെണ്ണി മാറിക്കുവറ് മാമിക്കൂ അയ്മയുടെ സ്വഭാവം ഇങ്ങനെയിക്കൂ പെണ്ണ് നോക്കൂ ബന്ധ പയ്യന്റെ മാമിയായിട്ട് നീ പോയാൽ പിന്നെ നിനക്ക് കിട്ടുന്ന മാമി പെണ്ണിങ്ങുള്ളത് ഇത്രയൊന്നും ഈ ಜಾಗ ಸರ್ವಡನ್ನ ಮೀಟರ್ ಜಾಗ ಈ ಮೀಟರ್ ಉಂಟಲ್ಲ ಟೇಪು ಅದೊಂದು 100 ಮೀಟರ್ ಟೇಪ್ ಆಯ್ತು ರೌಂಡ್ ಅದ ಸರ್ವೆಡ ಒಂದು ಜಾಗ ഒരു പരിക്കൽ 100 മീറ്റർ പറത്തുകൊണ്ട് ആ തലത്ത് ഈ ജാഗ ഈ തലയുടെ ആ തലത്തോടുകൊണ്ട് അറിയില്ല സർവേയുടെ അവന്റെ ജാഗയിൽ അളന്നാൽ പിന്നെ ആ ചേനപ്പുണ്ടല്ലോ അതിനെ തിരിച്ച് ഉൾഗത്ത് 100 മീറ്റർ ചുറ്റോട്ട് കണ്ടവൻ അര ഗണ്ട വേണ്ടവൻ ചെക്ക് പൊടിപ്പാട്ടി മുട്ടയായത് അതിനെ പൊടിപ്പാട്ടിട്ട് അങ്ങനെ സമാധാനം സമസ്ത ഉൾഗത്ത് കിടുന്ന അര ഗണ്ട വേണം കുറെ പെണ്ണുങ്ങളെ ലാഭമാണ് ನಾವು 10 ಗಂಟೆ ಉಳಿದುಕೊಂಡು ಕಷ್ಟത്തിൽ ಇಲ್ಲಿ ಮುಂಡಾದ ಸಬರ್ എടുക്കണേ പൊത്തി പൂളകളത്തത് ദീപാവളി പട്ടാക്കി തീ കൊടുത്തത് പല മാല പട്ടാക്കി അതൊന്നും പൊട്ടിട്ട് തീരാണ്ടതൊന്നും നിൽക്കില്ല ഇങ്ങനത്തെ ഒരു സ്വഭാവ ശൈലി ആ പെണ്ണിങ് അവർക്ക് പുതു നോക്കുമ്പോൾ ഇത് ചന്ത എന്ത് പളക്ക എന്ത് സ്വഭാവ മോണു മങ്ങിലാക്കു പോണ്ടേ മോളെ പെണ്ണിന്റെ മറുമോളെ നോക്കുക വേണ്ടേ പെണ്ണ് നോക്കുക വേണ്ടേ ആ വാൾ നോക്കുമ്പോൾ എന്ത് സ്വഭാവ വായിൽ വട തുപ്പുന്നല്ല തേനെ ഉൾകൂടെ അത്രയും ചന്തത്തെ പളക്ക അത്രയും മറുമോൾക്ക് വല്ലാത്ത നല്ലൊരു ബംഗാറോത്ത മാമി കിട്ടിയത്
വന്നെങ്കിൽ നല്ല മാമി സ്വഭാവം എന്ത് പടക്ക എന്ത് താഴ്മ എന്ത് തീർച്ച പെണ്ണുടെ ഉമ്മക്കും വല്ലാത്ത ക്ലാസ് പഠിച്ചവനെ നല്ലൊരു മാമി അറിയാൻ നമ്മൾ കൊടുത്താൽ ജനത്തിന്റെ ഒരു 3 വാരം 4 വാരം കഴിയട്ടുള്ള അതെന്നല്ലേ മാല പടക്കി വെട്ടി കൊടുത്തതുപോലെ ഈ മാമി. പിന്നായിട്ട് നമ്പർ 1 അപരാധി ആരോഗ്യ മാമിയുടെ അവൾ എന്തെങ്കിലും ചക്രവള പറഞ്ഞേ ഇന്ന് ഫീത്തന മുഖം നടന്ന രണ്ടാണ് ആരെങ്കിലും ജഗത്താക്കിയವರು മോണത്ര കാണപ്പെടുന്ന പെണ്ണ് കൊടുത്ത നാടാണ് പെണ്ണ് പൊതു തപ്പാട്ടുള്ള ചെന്നിട്ട് ഈ മലക്കിട്ട് ഇന്ന് ഈ സ്വഭാവം ഈ പെണ്ണിടെ ഉത്തരം വന്ന് കാട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് 100 ആൾ കാട്ടില്ല അവിടെ മാമി സൂപ്പണക്ക് എമ്മക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉത്തരം നമുക്ക് തയ്യാറുള്ളതാ. എന്ത് ചന്തത്തെ വിളക്ക ഈ ബംഗാറ് വന്ന് വാങ്ങിയിടല്ലെങ്കിൽ പത്തിനാക്കടെ പൊതു തപ്പാട്ട് നിർവഹിക്കുന്നല്ലേ വിഷയങ്ങട്ടത് എത്രോ ഫാമിലി എത്ര 1 2 എത്ര കേസ് എത്ര ഗുൾമാൾ ഇപ്പുറത്തിന് നക്ക് പരിചയമുള്ളവരാണ് പുറത്തൊക്കെ മങ്ങിലാക്കി കൊടുത്തു. മങ്ങിൽ കണ്ട് ഫസ്റ്റ് നൈറ്റ് ജാവ് ഓടി പിന്നെ അവർക്ക് പോയിട്ട് നക്ക് വേണ്ട തുടങ്ങിയിട്ടില്ല. ഈ താളവും മേളവും തിന്നിട്ട് പൊപ്പിടെ മണ്ണ് ചൊല്ലിടത്തോളം അടിച്ചിട്ട് തിന്നിടങ്ങളെ തിന്നു പോയിട്ട് പ്രൈവറ്റ് ബെഡ്റൂമൊക്കെ പോയി 10 മിനിറ്റ് ഓടിയും വന്ന് അപ്പം ജാവൊക്കെ ഓടി വന്ന് ബൈക്ക് എടുത്ത് ഓടി വന്ന് നക്ക വേണ്ട തലക്കായി തണ്ടുകൊണ്ടിരി ജണ്ടു വിഷയേന്ദ്രേ എല്ലാം ಎಲ್ಲ ಚೀಟಿ 99% ಅಲ್ಲ 100% ഇന്നത്തെ കാലത്ത് 2025 100% പെണ്ണ് മക്കളും മങ്ങിയാവിടെ പോലത്തെ മാപ്പിളെ ചീറ്റിംഗ് ആക്കി പെണ്ണ് മക്കളെ അപ്പമാരി എല്ലാവരും ഞാൻ 90 ഇതുകൊണ്ട് ചെല്ലില്ല 100% ചീറ്റിംഗ് ആക്കടെ ആരെ മാപ്പിളെ ചെറുക്കടെ ചീറ്റിംഗ് ആക്കിയിട്ടായിട്ട് മങ്ങിലാക്കി കൊടുക്കൂടെ എന്തൊരു വിഷയ ഒരു വിശേഷം നിങ്ങളൊട്ടിಗೆ നിക്ക് മോളുകളുണ്ട് കണ്ടെങ്കിൽ നിന്റെ മോളെ ഒന്നും നാച്ചുറൽ ആയിട്ടുള്ള ചെറുത്തത് കാട്ടി കൊടുക്കണേ ബേജാറാക്കി എന്റെ ചീട്ടി കിട്ടിക്കട്ടെങ്കിൽ എനിക്ക് ചെറുപറ പെണ്ണുടെ കാട്ടിൽ വന്നു കുറുക്കുടെ വന്നു അതിനെ കൊടുക്കൂടെ 2 ರೂಪಾಯಿ കൊടുക്കും ಅವನ ಕಂಡ್ರಪ್ಪೋ ചില പെണ്ണു നോക്കോ വന്നപ്പോ കണ്ടായിട്ട് ಅಂದ್ರೆ പിന്നെ ಅಂದ್ರೆ പരസ്പര ആലോചന പളക്കവറ്റിന ರೂಪത്തിൽ മങ്ങിലാവിടെ കണ്ടെങ്കിൽ പെണ്ണ് നോക്കൂ കണ്ട സന്ദർഭത്തിലായിട്ട് അവൻ പെണ്ണ് നോക്കുക അതെല്ലാം ഇപ്പോൾ വാട്സാപ്പിലുള്ള ഫേസ്ബുക്കിലുള്ള ഫോട്ടോ കടത്തിയിട്ട് നോക്കും അപ്പോഴും ചീറ്റിംഗ് ആക്കടെ ഒറിജിനൽ ഫോട്ടോ അവൾക്ക് കടത്തില്ല പിന്നെ എത്ര കാശ്മീരത്തെ വേണം നോക്കുമ്പോണ്ടാണ് ടൈൽസ് 10 പാട്ട് പെണ്ണിയുടെ മുഖത്ത് എല്ലാം എത്ര സെറ്റിംഗ് ആക്കിയിട്ട് ചന്താക്കിയിട്ട് ഫോട്ടോ കിടക്കും അവന് ഫോട്ടോ നോക്കിയിട്ട് ഹൈറാണ് പാപ്പ കൂടെ വേണ്ട ഉമ്മ ഇതേ ഇന്ന് നോക്കൊണ്ടേ വേണ്ട അവിടെ അതോടുകൂടെ ನಾವು ಫೋಟೋ ಮೇಲ್ಗೆ പിന്നെ പെണ്ണ് നോക്കൂ വരുമ്പോഴത്തേക്കു ആ ഫോട്ടത്തിൽ എങ്ങനെ മേക്കപ്പ് ആക്കി റെഡിയാക്കി വെച്ചിട്ടോടെ വന്നത് നോക്കുമ്പോഴത്തേക്ക് അവന് ഹൈറാണായ ഇതേ ആയിരുന്നു അവൾ ഇതിനെ നോക്കിയിട്ട് ഹൈറാണായ പടച്ചവൻ എന്ത് ചന്തത്തെ പെണ്ണ് വന്നെങ്കിൽ എല്ലാവരും നോക്കിയ ചെന്നെ ഇന്നത്തൊരു പെണ്ണ് ദുനിയാവ് ഇന്ന് കിട്ടാൻ ഇത്ര ചന്തത്തെ ഒരു പെണ്ണ് ഇന്ന് കിട്ടാൻ അതോടുമായി പന്നൊക്കെ പോയി 100% പെണ്ണ അണ്ടും മേക്കപ്പ് ആക്കിയിട്ട് കൂടെ പാട്ടി പിന്നെ ഡേറ്റ് ഫിക്സ് മൂലഞ്ചി അണ്ടും അതേപോലെ എത്തിവയസ്സിൽ മങ്ങിൽ തണ്ട് 80,000 കൊടുത്തു അവൾ മെത്ര അവള് ಬಂದು ಅವಳು ಬರ್ಮತಿಗೆ ಈ ಮೇಸ್ತ್ರಿ ಎಲ್ಲ ಆ ಟಾಪ್ ಹಾಕೋದು ಪೂರ್ಣ ಸಮಸ್ತದ್ದು ತಿಂಗಲ್ಲ ಶೈನಿಗೆ ಹಾಕೊಳ್ಳೋದು ದರಗ ಹಾಕೊಳ್ಳೋದು ಟೈಲ್ಸ್ ಮಾರ್ಬಲ್ ಎಲ್ಲ ಅವಳ ಪೆಟ್ಟಿಲಿಕ್ಕೆ ಅದು ಒಂದು വെച്ചിട്ട് ಈ ಮತ್ತೆ ನೋಡಿಸ್ಬೇಕು ಗೊತ್ತಿಲ್ಲ ಈ ಗಣಪತಿ ಮೈದಾನ വെച്ചിട്ട് മെത്ര ചന്ദ തനിക്ക് ഈ ರೂಪത്തിൽ അവിടെ പണ്ടരുടെ കാലത്തോളം എത്തി മങ്ങിൽ തള്ളിത കാശ്മീരത്തെ ആപ്പിൾ പോലെ ഉള്ള മുഖത ഈ ಮತ್ತೆ ಅದೊಂದು ಕುಂಬಳಿಂಗ್ ಬೀങ്ങിಟ್ಟು ಚಂದತೆ ಚಂದ್ರ ಬೆಳೆದ ಬಂದಾಗ ಎಲ್ಲ ಸ್ಟೇಟಸ್ ವಾಟ್ಸಪ್ ವಿಷಯ ಚಂದತೆ ಬೇಡ ಈ ಕೊರೆಂಗ ಹೋಗ್ಬಿಟ್ಟೆ പെണ്ണായി ഈ എന്നത്തെ ചന്തത്തെ പെണ്ണ് ചെന്നിട്ട് ഇതേ വിഷയം ഇങ്ങനെ ആയത് നാച്ചുറൽ ആയിട്ട് അവൻ അപ്പിത്തപ്പിട്ട് ഓർക്കൊണ്ട് പെണ്ണിടവൻ നോക്കിയിട്ടേ പെണ്ണടെ വിളിച്ചമ്മൊന്നും കളികളിಗೆ മെത്തി 100 ವರ್ಷ പോലെ ഇവിടെ മുഖ മെത്തിയുടെ ചന്തത്തിലുള്ള ഫസ്റ്റ് നൈറ്റ് ನಲ್ಲಿ ಇದೇ പോലെ ഓള് ബാത്റൂം പോയിട്ട് കുളിച്ചിട്ടല്ലായിട്ട് ഗലീജലായിട്ട് കിടൽ
ഫസ്റ്റ് നൈറ്റ് എന്റെ മാപ്പിള അവളെ കുളിച്ചിട്ട് ഫ്രഷായിട്ട് കഞ്ഞി തെച്ചിട്ടിക്കട പിന്നെ കുളിക്കൊക്കെ പോയി ആള് കുളിക്കൊക്കെ പോയിട്ട് റിട്ടേൺ മുഖത്തോക്കി 10-13 കളി ചേഞ്ചായിട്ട് കണ്ടുള്ളൂ. ടൈൽസുല്ല മാർബിളും എല്ലാം ചെരിഞ്ഞു പോകുന്നു. അവിടെ ഇവിടെയും പുലിയും കുമ്പും എത്ര തക്കും എല്ലാം ആയിട്ട് ഇങ്ങനെ ഈ ഊസുപുട്ടെ ഈ ചെന്നിൽ ഊസുപുട്ട മാങ്ങ രണ്ടി പോലെ ഇതാ കണ്ട് ഓടി മഞ്ഞു ആലോചന 100% പെണ്ണു മക്കളെ മേക്കപ്പ് ആക്കിട്ടായിട്ട് ഒരാൾമാരെ സൈക്കിൾ അഡ്ജസ്റ്റ്മെന്റ് ആക്കി കൊണ്ടുപോകാൻ വേറെ തെരുവില്ലാത്തേക്ക് നിങ്ങളുടെ പെണ്ണു മക്കളുള്ളവരുടെ കണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും മങ്ങിലുള്ള സന്ദർഭത്തില് ബാക്കിയ ടൈമിൽ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ എത്തറു ആയിങ്ക മക്കളെ കുട്ടുള്ളൂ അവന്റെ മാത്രം വിഷം വന്നിട്ട് അവന്റെ ഉമ്മയുടെ പെണ്ണുമ്മ ആരെയും വിഷം വരണ്ട അവന്റെ മാത്രം കുട്ടുള്ളൂ വിഷം വന്നിട്ട് നിന്റെ മോളെ കൽക്കിട്ട് ചെന്ന സോഫയിലേക്ക് കൽക്കിട്ട് ഒന്ന് ക്ലിയർ പൗഡർ ഒന്ന് ഇടുപ്പ് ഇടാണ്ട് നാച്ചുറൽ ആയിട്ട് ദൈവം പാടിയിട്ടുള്ളപ്പാ മങ്ങി നോക്കുമ്പോൾ പെണ്ണ് ആ ഫോട്ടോത്തിൽ കണ്ടിരുന്നതുമല്ല ഈ പെണ്ണായിട്ട് മങ്ങിലായിട്ട് കൊണ്ട് ഇത് നിനക്ക് പിടിക്കോളാണ്ട് കേൾക്കുന്നത് അത് പിടിച്ചതിൽ കണ്ണം നോക്കി വിടങ്ങാക്കി ഉറുക്കും കാട്ടില്ല മങ്ങിലാവുകൊണ്ട് ചെറുക്ക് ഉറുക്കും കാട്ടില്ല അവനെ സെലക്ട് ആക്കിയതുണ്ട് അവനെ സെലക്ട് ആക്കിയതാണ് കൂടുതൽ ഇപ്പുറത്ത് കേട്ട് വാട്സാപ്പിലെല്ലാം വന്നത് എന്തൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ മങ്ങിലെ ആ വാട്സാപ്പിൽ തന്നതല്ല നല്ലൊരു ചെങ്ങായി പഞ്ചായത്തേക്ക് വിളിച്ചപ്പോൾ മെസ്സേജ് പെണ്ണ് എഞ്ചിനീയർ മാപ്പിള ഡോക്ടർ ജനറൽ അബുദാബിയിൽ നിന്ന് മങ്ങിലായിട്ട് കാലം 7 വാരം മങ്ങിലായിട്ട് ഒട്ടിക്ക് പോയിട്ടുണ്ട് 7 വാരം അബുദാബിയുടെ റിട്ടേൺ വന്ന് നമ്മുടെ തലകടകലാട്ട് വന്നത് ജനതാക്കും മാപ്പിള പിന്നെ വേണമെങ്കിൽ മാപ്പിള വേണ്ട കലാട്ട് വിടുകലാട്ട് 6-7-8 വർഷത്തിൽ പരസ്പരം ലവാക്കിയത് ആണും പെണ്ണും കോളേജിൽ പോയ സന്ദർഭത്തിൽ തുടങ്ങിയ പ്രേമയാണ് ഇങ്ങനത്തെ അച്ഛനങ്ങളുടെ ചെറിയ സുത്താത്ത മറവില്ല കാണാത്ത ബീച്ചുമില്ല എല്ലാം ആയിട്ടാണ് രാഷ്ട്രീയമെങ്കിലും ഇങ്ങനെ 7 വാരം ആയിട്ടേ മാപ്പിളക്ക് പിന്നെ വേണ്ട പിന്നേക്ക് മാപ്പിള വേണ്ട 7 വർഷത്തിൽ 8 വർഷത്തില് ജണ്ടാവുക പരസ്പരം അർത്ഥ ഭൂതി വീട്ടിലെ എന്തേ അവളൊട്ടിക്ക് ആക്റ്റീവ് ആക്കി മോളൊട്ടിക്ക് ആക്റ്റീവ് ആക്കി എച്ചരംസങ്ങനെ ഈ റോഡ് സൈഡിൽ കാണാൻ കിട്ടുന്ന പെണ്ണുണ്ടല്ലോ ആൾക്കാരെ മക്കൾക്ക് റോഡ് സൈഡിൽ കിട്ടുന്ന പെണ്ണു മക്കളെ ഐസ്ക്രീം പാർലർ ബീച്ചിൽ ഷോപ്പിംഗ് മാർക്കറ്റില് സൂപ്പർ മാർക്കറ്റില് ഹൈപ്പർ മാർക്കറ്റില് കൂടുതലായി കിട്ടുന്ന പെണ്ണു മക്കളെ പാലക്കാർ അത് അപ്പല്ല ഉമ്മ ജിബിരിയിൽ വന്നിട്ട് നക്ക് വേണ്ടേ വേണ്ട നക്കതേ പെണ്ണ നക്കതേ ഏത് നക്ക് വേണ്ടേ വേണ്ട നക്കതേ പെണ്ണാവള മങ്ങിലാക്കണവളെ മാത്രമല്ല നമുക്ക് മങ്ങില വേണ്ട പെണ്ണുടെ അവന് സമയമില്ലവള അവളെ അവളുള്ള സമയമില്ലവള പാപ്പ മങ്ങിലാക്കണ അവനെ തമ്മിൽ നിനക്ക് അത് വിട്ടിട്ട് ആത്മഹത്യ നക്കവണെ ഇതോടെ റോഡ് സൈഡിൽ കിട്ടിയത് ഇതൊക്കെ എന്തെങ്കിലും ഗ്യാരണ്ടി ഒന്നും ഇല്ല ഇതിക്ക് അതൊക്കെ കമ്പനി ഒന്നും ഇല്ല അങ്ങനെ റോഡ് സൈഡിൽ ബീച്ചിൽ പാർക്കിൽ ഉടലെ കിട്ടുമ്പോൾ പെണ്ണു മക്കളെ ആൺമക്കളെ സെലക്ട് ആക്കിടാതെ ആൺമക്കളെ പെണ്ണു മക്കളെ സെലക്ട് ആക്കിടാതെ ചിലപ്പോൾ കോളേജിലൂടെ കിട്ടിയതായിട്ട് കുമായി അങ്ങനത്തെ മുന്നിലാക്കിയതായിട്ട് കൊണ്ട് എന്തേ അവിടെ കാണുമ്പോ ഓണിട്ട കോട്ട് പാടികളത് ബൈക്ക് പാടികളത് കാർ പാടികളത് ചെങ്ങായിമാർക്ക് ആരംഭം വന്നിട്ടുള്ള ഷൈൻ അവിടെ അവളേതല്ലേ അവളൊന്ന് കണ്ടെങ്കിൽ അവിടെ അതേപോലെ മൊബൈൽ ആരത മേക്കപ്പ് ബോക്സ് ആരത ഇതെല്ലാം ആരത വന്നതെന്നൊരു ടോട്ടലായിട്ട് ആക്ടിംഗ് ആക്കിയത് ഞങ്ങൾ കെട്ടിക്കൊണ്ട മുന്നിലായി പിന്നെ ഇത്ര ഉണ്ട് ചില ഫോട്ടോ ചില ഫോട്ടോ ചെന്നോട്ടുള്ളത് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നെമ്മതി ഇല്ലാത്ത കാരണം ഈ ദീനി പ്രജ്ഞയായിട്ടില്ല നഷ്ടപ്പെട്ടു പോയി ഉമ്മ മോളുകളും പാപ്പ മോളുകളും ഉപദേശാക്കണമെങ്കിലും കാണണമെന്നുള്ളത് ഈ പാട്ടി ഒന്നാമത്തെ ഉപദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിന് വിസയ രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേളിൽ മുഹബ്ബത്ത് നാഫിർ സഫാബ് ആ സുന്നത്ത് പരിപാലനാക്കുന്നത് മൂന്നാമത്തത് മോളിന്റെ മാപ്പിളയുടെ മേളിന്റെ കർത്തവ്യ അതേപോലെ ചെറുത് പെണ്ണിന്റെ മേളിന്റെ കർത്തവ്യ പെണ്ണായവളെ ഉമ്മയും മാപ്പിയും നിരന്തരം ഉപദേശാക്കി കൊടുക്കണം മോളെ നീന പോന്റെ അവത്തിന്റെ പരിസ്ഥിതി ഇങ്ങനെ കുടുംബയി അവനിപ്പോ സുഖത്തിലേക്ക് കുടുംബയി നാളെ കഷ്ടത്തിലാവില്ല ചൊല്ല സാധ്യയില്ല ഇന്ന് ആരോഗ്യത്തിലേക്ക് കുടുംബയി നാളെ രോഗപറവ് തീരാട്ടുള്ള സാധ്യയില്ല ഇന്ന് സ്വന്തത്തിലേക്ക് കുടുംബയി നാളെ പാടികളൊക്കെ പോകു തീരാട്ടുള്ള സാധ്യയില്ല ഇന്നതേപോലെ ബിരിയാണി ഉണ്ണകും നാളെ കഞ്ഞ സമയത്ത് കുടിക്കുന്ന പോലത്തെ പരിസ്ഥിതി ഉണക്ക് പറു ചെന്നിട്ട് ചെള്ളത് സാധ്യയില്ല അതുകൊണ്ട് കഷ്ടത്തെയും സുഖത്തെയും മറുത്താക്കിയോളോ നിന്റെ ബാപ്പ നിന്റെ പിരിസ കാട്ടിച്ചത് എപ്പോഴും നിന്റെ മാപ്പിള നിന്റെ പിരിസ കാട്ടുന്നില്ല ഊടെ കിട്ടാത്ത പിരിസ അവിടെ കിട്ടൂ ചെന്ന് തുമ്പിരിക്കുന്നത് വേണ്ട ഊടെ കിട്ട പോലും തന്നെ പിരിസവും അവിടെ കിട്ടൂ ചെന്ന് പേരിക്കുന്നത് വേണ്ട നിന്റെ മാപ്പിളയുടെ കഷ്ടത്തിലും സുഖത്തിലും നീ ഒട്ടാവണമോളേ
മാപ്പയുടെ കഷ്ടത്തെ പെണ്ണേ അവന്റെ ജാബിയുടെ വിഷയത്തിൽ അർത്ഥാക്കുള്ളതാണ്. അവന്റെ ജാബ് എന്ത്, അവന്റെ ആദായം എത്ര ഉണ്ടോ, ഔദ്യോഗിക ചെലവുണ്ടോ, ഇതെല്ലാം പരസ്പരം അർത്ഥാക്കണം. മോളെ ചെന്നിട്ട് മോൾക്ക് ഉമ്മായോട് വസിയത്താക്കണോ, വിഷയങ്ങളെ ചെന്ന് കൊടുക്കണോ. മാമിയുടെ വിഷയനാണ് പറഞ്ഞത് പോലെ നീ ഇപ്പൊ കണ്ട മാമിയല്ല അവളേക്ക് പോയാൽ പിന്നെ കിട്ടത്, ഇപ്പൊ കണ്ട മച്ചിഞ്ചിമാരല്ല അവളെ കിട്ടത്, ഇപ്പൊ കരിച്ചോട്ട് ചിരിച്ചോട്ട് കുസാളും തമാശകളും വെക്കുവാറ് അവിടേക്ക് പോയാൽ പിന്നെ ഞങ്ങളുടെ റൂട്ട് ചേഞ്ച് ആവണ സാധ്യതകള്, ഞങ്ങളുടെ റൂട്ട് ബദലാവണ അവിടെ ചാൻസസുകള്. ഇതെല്ലാം താക്കുളകൊണ്ടേ ബാലൻസിൽ പോകുന്ന പ്രയത്നം ആക്കുളന്നെയാണ്. ചില്ലിക്കളെ പക്ഷേ സാധാരണ സിയാർപോലെ സാധാരണ സ്ഥലത്ത് സിയാർത്തിൽ പണ്ട് HMS കുടുംബത്തെ വിഷയത്തിലായിട്ട് കേസും പണ്ടത് യാരെയും കണ്ടത് മറുമോള് വന്നിട്ട് ബാപ്പടെ മോള് കേന്ദ്രമുള്ള കേൾക്കാൻ ആ എന്തിനും വിഷയ നല്ല മാമി അങ്ങനെ നല്ല മാമിയോട് മച്ചിഞ്ച ഇതേ കേസ് അടിക്കട ഉത്സവം പുത്ര ഉത്സവം പറയുടെ ഉത്സവം സ്വീകരിച്ച് എല്ലാ ചാക്കിനാണ് കഷ്ടത അപ്പൊ ഇതെന്തുകൊണ്ട് സിയാറത്താക്കി എല്ലാ പാസത്തിനും എല്ലാ പാസ്സാവും. നാളെ സുധാരണ തയ്യാറില്ല സംഭവം. നാളെ ചില ഗ്രാമുണ്ട് 41 നാൾ ഒരു ഓതൊക്കെ ചൊല്ലാൻ ഓതിര ടൈമിൽ ഇങ്ങനത്തെ സ്വറ നീ ആക്കാം. ഈ കണ്ടീഷൻ ഉൾപ്പെടെയൊക്കെ മാത്രം നീ ഓത്, ഇല്ല നീ ഓതിര വേണ്ട, എന്ത് വേണം സമയം പിന്നെ ഇന്ന സൂറത്ത് നീ ഓതും. അവിടെ പരിഹാരം അത് ഫസ്റ്റ് വിഷയ. സെക്കൻഡ് വിഷയ 41 നാള് നിന്റെ മാമി അടിച്ച കുറ്റമോ പറഞ്ഞു എന്ത് പറയുക പറഞ്ഞ ഖുർആന്റെ ഫായിദ ആവശ്യപ്പെട്ടുകൊണ്ട് അത് നേരെ ഖുർആൻ ചെന്നപ്പോൾ അപ്പൊ നീ ഖുർആൻ ഓതിയത് ഫലത്തിൽ വിട്ടുകൊണ്ട് കണ്ടെങ്കിൽ 40 കോഴ്സ് 40 നാള് നിന്റെ മാമിയുടെ അടിച്ചും കുറ്റവും പറഞ്ഞു ദൂഷണാക്കും നീ ഉറച്ചറ പറയുക. മച്ചന്മാർ എന്ത് ചെന്നീരാ നിന്റെ മാപ്പിയുടെ വിഷയം നിന്റെ മാമിയുടെ ചൊല്ലുത്തീരാ, മാമിയുടെ വിഷയം മാപ്പിയുടെ ചൊല്ലുത്തീരാ. മാമിയുടെ മോണായിട്ട് മാപ്പിയുടെ ഉമ്മായിട്ട് മാമി, അതുകൊണ്ട് മോന്റെ വിഷയ ചൊല്ലുത്തീരാ. അങ്ങനെ മച്ചിഞ്ചിമാരുടെ വിഷയം ഇവരുടെ ചൊല്ലുത്തീരാ, മാപ്പിയുടെ അങ്ങനെ വിഷയങ്ങൾ മാട്രിയെ പോകുത്തീരാ. നീ എന്ത് പറഞ്ഞ കുറ്റം കടിച്ചു ഈ കണ്ടീഷൻ ഒപ്പിടാൻ മാത്രമേ ഓതി ഖുർആൻ ഓതി 40 കഴിഞ്ഞ പിന്നെ നല്ല ചന്തത്തിൽ എന്തൊരു മന്ത്രത്തിന്റെ ഓള ദിവസമായിട്ട് സമാപിക്കുന്ന എന്തൊരു വിഷയ അതിനടുത്ത് എല്ലാ മർമ്മക്കും അങ്ങനെ ഉണ്ടല്ല. അവൾക്ക് മാമിയുടെ അർത്ഥാക്കു തെരിയണോ, മച്ചിഞ്ചിമാരുടെ അർത്ഥാക്കു തെരിയണോ, മാപ്പിയുടെ അർത്ഥാക്കു തെരിയണോ അർത്ഥ എന്റെ ന്യായവാദികൾ തുള്ളിടല്ല. ഏതൊരു മാമിക്കും ഒരു ആഗ്രഹിക്കട്ട് നന്റെ മോണോ ഓണ് ചെന്നപ്പോൾ ഓള് പോലെ ചെന്നപ്പോൾ പോയിട്ട് ഓളെ കൊണ്ടിടപ്പോൾ അവിടെ മറുമൊട്ടി കൊണ്ടുപോകാൻ നക്കുന്നില്ല അവിടെ ചൊല്ലും പേടി. ഏതൊരു മാമി അതായിട്ട് ഈ അസത്തുകളെ മറുമൊട്ടിക്കുക വിഷയം കേട്ടെങ്കിൽ വേറെ മന്ത്രം ഇതേ ഉള്ളേ ഓളത്തുള്ള സബർ എടുത്തിട്ടുണ്ടെങ്കിൽ അയിമ തന്നാതിന് തിരിസാക്കരുത്. ഫസ്റ്റ് നമ്മളെ പെണ്ണമക്കൾ പെണ്ണമക്കൾ മാപ്പിള എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും കഷ്ടത്തിലൊന്നും എന്തോ ഒരു ഷുഗർ പ്രഷർ ചെയ്യാനായിട്ട് പിന്നെ കുപ്പത്തിലാക്കിയാൽ അടിച്ചാൽ വെച്ചോ നേരെ അയ്മകൾ വരികളെ ഉദ്യോഗ മച്ചിഞ്ചുമാർ എന്താ വിശദ ഗിരിഗിരിയാക്കി ചോറ് കറിയാക്കി ഗിരിഗിരിയാക്കി പോയിട്ട് മക്ക ഇങ്ങനെ ചാടിക്കുന്നത് അയ്മരിക്കണത്തില് നന്റെ മക്കളെ മണി കൊടുത്തു അങ്ങനെ ചാടി ചാടി അയക്കത് ചെല്ലാണ്ടിക്കണം മുഴങ്ങിയതേക്കണോ എല്ലാം കൂടെ അധീനത്തിന് പണ്ടത് അത് സ്വാഭാവിക ഒന്നും രണ്ടാമത് 40 ഒരു കണക്കുണ്ടല്ലേ, അതൊരു കണക്ക് 40 അല്ലേ 40 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷത്തിലായിട്ട് നുബുവത്ത് കൊടുക്കൂടെ. ഒരു മനുഷ്യനെ കുറിച്ച് സമ്പൂർണ്ണമായിട്ട് വെളയുടെ പൊടികെട്ടെങ്കിൽ 40 വർഷത്തെ കാണുന്ന ചെറിയ ബാലക്കാരുടെ സ്വഭാവവും 40 വർഷത്തിൽ പിന്നെ തങ്ങളുടെ സ്വഭാവം വ്യത്യാസമുണ്ട്. 40 വർഷത്തെ കാണുന്ന മുമ്പ് തന്നെ ഇങ്ങനെ ദുർപ്പെടുത്തിക്കുന്നത് 40 വർഷം കഴിഞ്ഞാൽ പിന്നെ നേരെ ഉൾട്ടാവിടാവും പിടിയാക്കണ്ട ചില ചില സവറാക്കട 40 വർഷത്തിൽ പിന്നെ സ്വഭാവ ശൈലി അങ്ങനെ 40 വർഷത്തിൽ പിന്നെ പക്വതങ്ങനെ 40 കോഴ്സ് അതുപോലെ 40 ബന്ധകാക്കിടതുമല്ല
40 നാളുടെ അയാളെ കബറുടെ പിന്നെ ആക്ടിവിറ്റീസും 40 കഴിഞ്ഞാൽ പിന്നത്തതും വേറെ ഒരു വിഷയ 40 നാൾ കബറുള്ളതില് അങ്ങനെ ചോദ്യം നിങ്ങളെ കൈകണക്കും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്. 40 നാൾ കഴിഞ്ഞാൽ പിന്നെ നല്ലത് വിളക്കാതെ പത്രമായിട്ട് നിങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ് 40 നാള് ഒരു മനുഷ്യ വീട് വലിക്കണം. 40 നാള് വീട് വലിച്ചത് കണ്ടെങ്കിൽ അവൻ മരിക്കണം വീട് വലിച്ചോണ്ടിരിക്കുക. അതൊരു ഹാബിറ്റായി 40 നാളാമത്തെ ഒരു മനുഷ്യക്ക് എന്തൊക്കെ ഹാബിറ്റ് തക്കിടുന്നതും ഹാബിറ്റ് 40 നാള് കക്കോട് തുടങ്ങിയാൽ കണ്ടെങ്കിൽ അതിലെ ഉള്ളാട്ട് കണ്ട 40 പിന്നെ നമ്മൾ കട്ടോട്ടേക്ക് ഗാഞ്ച പോലെ 40 നാൾ യൂസ് ആക്കുന്നത് പിന്നെ പെർമനന്റ് ആണത് മുങ്ങിയാട്ട് കണക്ക് ഓണത് തീനാട്ട് കണക്ക് പ്രതിയൊന്നും ഒരു മനുഷ്യൻ 40 നാള് ഒരു വക്ത നിസ്കാരം അല്ലാഹുവാന്റെ പടച്ചറപ്പട പള്ളിക്ക് വരട്ടുള്ള 41ാമത്തെ നാളിൽ തന്നാത്ത് നിസ്കാരം വെച്ച പള്ളിക്ക് വേണ്ടി വണ്ടിയിലടിച്ച നീലാണ്ട് കഴിച്ചുകൊണ്ട് നിസ്കാര അവിടെ പള്ളി വെച്ചമട്ട് പള്ളിയിലൊട്ടിಗೆ ಸಂಪರ್ಕ വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയുടെ വെച്ചമട്ട് 40 നാൾ കഴിഞ്ഞാൽ പിന്നെ ആറും വേണ്ട അവിടെ നല്ല കണ്ടോന്നല്ല 40 നാള് ഒരു മനുഷ്യൻ അക്രമിയാവില്ല. ഒരു മനുഷ്യൻ ബടക്കത്ത് കണ്ടെങ്കിൽ 40 നാൾ എങ്ങനെയെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ട്. ബടക്കത്ത് നിപ്പാട്ടുകളോ 41 പിന്നെ ബീഡിയെങ്കിലും സിഗരറ്റെങ്കിലും ഗാഞ്ചയെങ്കിലും ഏതെങ്കിലും 40 നാൾ അവൻ വലിക്കാത്തത് പോലെ യൂസ് ആക്കാത്തത് പിടിച്ചു വെച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ അവന് സബർ കണ്ട് കണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അച്ഛൻ കൊണ്ടെങ്കിൽ ബീഡി കുട്ടി പിടിക്കും കുറെ കെട്ടുകണക്കിന് ബീഡി എടുത്തുകൊണ്ടെന്നുള്ളത് പിന്നെ പിന്നെ ടേബിൾ ബീഡിക്കുമ്പോഴേ എന്തു 40 നാൾ കഴിഞ്ഞ് ഗൾഫിൽ പോയി അച്ഛൻ പോയിട്ട് പറഞ്ഞു പിന്നെ അച്ഛക്ക് പോയിട്ട് വന്നിട്ട് 40 നാൾ കഴിഞ്ഞാൽ പിന്നെ എന്റെ അച്ഛക്ക് പോയി പാലിച്ചത് വേറെ കൊണ്ടു ആ 40 നാളുടെ കോഴ്സ് അവിടെ പൂർത്തിയാക്കിയ അതൊരു പിന്നെ അതിൽ മനസ്സിലാക്കില്ല. 40 നാൾ ചെല്ല ഒരു മനുഷ്യൻ നിന്റെ ഉത്തരവാദിത്തത്തിലെ നിന്റെ 40 നാളിലേക്ക് സബർ തീർത്തിട്ട് കണ്ടെങ്കിൽ അകപിന സ്വർഗമായ അകപിന സന്തോഷ ഔത്തുല് നിന്റെ ഔത്തുല് നിന്റെ പെഞ്ഞയെ നിന്റെ ഒട്ടിക്ക് കിരിയാക്കടല്ലേ എപ്പോ നോക്കുമ്പോ മാമി അങ്ങനെ ആക്കണല്ലേ മച്ചിച്ച് മറങ്ങനാക്കട മച്ചിനെ മറങ്ങനാക്കട അപ്പൊ നീശ്വരനായ ഉപദേശമോടെ 40 നാളുണ്ടെന്തേ ഉള്ള സമാധാനം നീ സബർ പറഞ്ഞ പരിശീലിച്ച് പറയുക പോകണ്ട നാവ് കാട്ടോ പോകണ്ട ബുദ്ധിവാദം ചെല്ലണ്ട നിന്റെ മാപ്പിളുടെ ജാതി പെഞ്ഞെടുത്ത് ചെല്ലണ്ട പെഞ്ഞെടുപ്പിച്ച മാപ്പിളുടെ ചെല്ലണ്ട നിന്റെ ഉമ്മന്റെ കിരികിരിയാക്കി വന്നത് നീ ചൊല്ലു തീരാ നിന്റെ ഇളകമാർ പെങ്ങമാർ കിരികിരിയാക്കി വന്നത് നിന്റെ ഒട്ടിക്ക് നീ ചൊല്ലു തീരാ സബർ എടുത്തിട്ട് 40 നാളോളം സബർ എടുത്ത പിന്നെ അവിടെ ക്രിയാക്കുമ്പോണ്ടാവും. അപ്പൊ ഇത് ചെന്നോണ്ടുള്ളൊരു മോളെ നീ പാട്ടാക്കണമായ വസിയത്തത് മോളെ ഔത്തുക പോണ്ട ജാഗ്രത നീ പേരിച്ചതുപോലെ ആയിട്ടില്ല. നിന്റെ ആഹാരത്തിൽ എല്ലാത്തിനും വ്യത്യാസേക്കു അത് നീ അറിയാക്കണോ. മർമോന്റെ നീ പാട്ടിച്ചുള്ളതായത് മോനെ പാപച്ചുള്ളതായത് മോനെ നിന്റെ ഔത്തുക പണ്ട് നിന്റെ മോള നിന്റെ പിന്നെയായിട്ട് പണ്ട് കണ്ട് അവളവളെ പാപ്പളെ വിട്ടു കണ്ടവളു ഉമ്മളെ വിട്ടു കണ്ടവളു ഇതങ്ങ മൂത്തങ്ങളെ വിട്ടു കണ്ടവളു വല്ല ഔത്ര വിട്ടു വന്നവളു എല്ലാത്തിനും വിട്ടു കണ്ടവളു നിന്റെ മോളുമെങ്കിൽ അവളുടെ സന്ദർഭത്തിൽ നീ അവൾക്ക് നഷ്ടാവുടെ നിന്റെ പിന്നീടവളോട്ടും അവൾക്ക് നഷ്ടാവുള്ളൂ അവള് കൂട്ടുകുടുംബം നഷ്ടാവുള്ളൂ അവളെ നിരക്കര നഷ്ടാവുള്ളൂ നിന്റെ മരുമോളുള്ള നിന്റെ ഊത്തുക നിന്റെ പിന്നെയാവുക നിന്റെ മരുമോളാവുള്ളൂ അവൾക്ക് എല്ലാം നഷ്ടമായിട്ട് വന്നവൾ അവള് ഉമ്മയില്ല അവൾക്ക് വാപ്പയില്ല ഇടകമൂത്തയില്ല കുടുംബയില്ല 18 വർഷം 20 വർഷം കയ്യില എല്ലാം വിട്ടു വന്നവളു ഉമ്മ വാപ്പ ഇല്ലേ ഉള്ള അങ്ങ് വന്ന മരിച്ചെങ്ങ് മയ്യത്ത് നോക്കുവാറ് അല്ലെങ്കിൽ നിങ്ങൾ കഷ്ട സുഖം ഇന്നിങ്ങ പോയി വരുവാള് അല്ലെങ്കിൽ ശാശ്വതമായിട്ട് ദൈവയുടെ മാപ്പിളയുടെ ഉത്തരോ എല്ലാം വിട്ടിട്ടായിട്ട് നിന്റെ പെഞ്ഞി നിന്റെ മുട്ട വന്നത് നിന്റെ മരുമോട് നിന്റെ മുട്ട നിന്റെ മോണ്ട ഒട്ടിക്ക വന്നത് എല്ലാം വിട്ടു വന്നത് മനുഷ്യൻ അവൾക്ക് ആറുമില്ല ഏകാന്ത തടിയായിട്ട് അവളെ നീ കിരിക്കിരിയാക്കിയ നിന്റെ മോണത അവളെ മാപ്പിളെ കിരിക്കിരിയാക്കിയ അവൾക്ക് ഉപദ്രാക്കളോട് ടോർച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ बापा बापा आप लोग डिग्री आकड़ा बापा ले सब रखी मोड़े ये तलक आकड़े वाड़ी निवेदी करने बापा उम्मड़ी जो उम्मा आपने डिग्री आकड़ा काका डिग्री आकड़ा उम्मा नकुड़ा सही होगा बोला मोड़े सब रखने बेचारा होगा अल्लाह के सहायता से निवेदी करना नी बाड़ी माँ अपने कुछ बात किधर माँ अपना करना मत मोड़े मिसे तो मोड़े उम्मा जब उम्मड़े मोड़ जब उम्मा आवड़े डिग्री आकड़ा आवड़े पता आवड़े जाओ नाव जोर आवड़े നീ ബുദ്ധാവളെ അവളെ ഉണ്ടാക്കി വാടാ വേറെ മഞ്ഞൾ ആയിരത്തിനുണ്ടാ നീ പേടിക്കണ്ടല്ല ചെറുക്കടവും പെണ്ണുടം മന്ത്രികളുടെ സബുറടുക്കടി ബേജാറാവണ്ട എല്ലാ സമൂഹവും എല്ലാവരും മോണും ബാപ്പച്ചന്റെ വസിയതേ ഓളെ അവളെ ഉണ്ടാക്കട അവളോട് കണ്ട കണ്ടി കണ്ട അവിടെ പോയിട്ട് നമുക്ക് നീക്ക് എത്ര പെണ്ണ് കിട്ടില്ല നീ എന്ത് പേടിക്കണം നീ എന്ത് ബേജാറാക്കണം അവളെ
അപ്പൊ മോൾക്ക് ദേവിയുടെ അപ്പൊ മോൾക്ക് ചെല്ലരുത് സബൂർ എടുക്കടി ബേജാറാവണ്ട സമാവ് എല്ലാം കൊണ്ടാണ്ടേ ഇല്ല സമാവ് സമായി കേക്കൊക്കെ പോയി പിന്നെ ചാടിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ കേക്കൊക്കെ പണ്ടില്ല നീ എത്തുള്ള സുധാരിച്ചു ഇത് ഇത് നിന്റെ പിന്നീട് പീസ് ചെല്ലതാണ് നിന്റെ മറുമോള് പീസ് ചെല്ലതാണ് അവൾക്ക് ആറില്ല ഉമ്മയിൽ ആറില്ല യതീമായിട്ട് അനാഥയായിട്ട് വന്നതുപോലെ നിന്റെ ഒത്തു വന്നോളൂടെ അവളെ കഷ്ടസുഖത്തേക്ക് എന്തെങ്കിലും ഓർമ്മ പോയിട്ട് പറവള് രജമോള് വെച്ച് പറവള് ഒരു മങ്ങിൽ എന്ന് വന്ന് പോയി പറവള് മരിച്ചു വന്ന് പോയി പറവള് പിന്നെ നിന്റെ ഒത്തു എല്ലാത്തിനും നീനെ ആവുള്ളൂ നിന്റെ നമ്പിട്ട് വന്നത് അള്ളാഹുടെ പേര് എന്ന് വന്നത് അവള് نزوجك على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان പേര് ചെന്നിട്ട് നീ നിന്റെ മോളെ നിന്റെ പിന്നീട് നിന്റെ മോളെ മംഗലാക്കി കൊടുത്തത് അവളെ പുളിപ്പൊട് പാട്ടില്ല അവളെ പട്ടിന്റെയും പാട്ടില്ല അവൾക്ക് മനസ്സിലെ നമ്മളാക്കില്ല അവളെ അടിക്കില്ല അവളെ കഷ്ടത്തിലാക്കില്ല അവളെ നാളെ ഭീതികളില്ല അവളെ സമ്പൂർണ്ണമായിട്ട് ചന്ദ്രത്തിൽ നോക്കുക ചെന്നിട്ട് നീ നിന്റെ കാക്കടെ കൈ പിടിച്ച് നിക്കാഹാക്കി കൊമ്പന്ന പെണ്ണ് നീനെ അടിച്ചെങ്കിൽ നീനെ നമ്മളാക്കി നീനെ പറഞ്ഞെങ്കിൽ നീ മാനസിക സ്വാസ്ഥ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ആരംഭിച്ചുള്ളതാ ആരംഭിച്ചുള്ള മാത്രമേ ചെല്ലില്ല ഒരു നാളും അള്ളാഹുടെ ചെന്നൈ കണ്ണിടെ കണ്ണിൽ പാട്ട് ഉറങ്ങിയ സന്ദർഭത്തിൽ അവൾ അപ്പുറത്തെ ഭാഗത്ത് ചേഞ്ഞ് വെച്ചിട്ട് കണ്ണിടെ തണ്ണിൽ പാടി പടച്ചറപ്പെ നക്കാവില്ല ഉമ്മ ബാപ്പടെ സബൂറോട് കൂച്ചെള്ളർ അവത്തിലിടങ്ങ മൂത്തം കടിച്ചുകൊണ്ട് സബൂറോട് കൂച്ചെള്ളർ ഇത്തരം സബൂറോട് താളമാക്കി ചെല്ലർ പഞ്ചാധികാരികൾ ആഭാസ വേറെ അവിടെ ചെല്ല സബൂരം പോയി എല്ലാ സമാവധി ചെന്നത് ബുദ്ധിവാദ ചെന്ന് കിടക്കാറ് പിന്നെ നമ്മുടെ തമ്പുരാനെ അള്ളാഹു നീ നല്ല ചെന്നിട്ട് നിന്റെ പെഞ്ഞയ്യായോളൂ നിന്റെ മർമ്മോളായോളൂ കണ്ണിടെ തണ്ണിൽ പാട്ട് നടത്തുന്ന ദ്വാരം നല്ലത് കണ്ടെങ്കിൽ ദ്വാരക്കനെ മനസ്സിൽ ചെന്നറിഞ്ഞെങ്കിൽ അള്ളാഹുടെ അവിടെ കണ്ണിടെ തന്നിട്ടിടയിൽ ഒരു മറയില്ല സമയത്ത് ചെല്ലണ്ട അവിടെ ആ ദ്വാരല്ലേ അള്ളാഹു ഡയറക്റ്റ് അടകടയില്ലാത്ത ഒപ്പത് കേൾക്കണം അള്ളാഹ് കേൾക്കണം അതിർത്തിക്ക പറഞ്ഞ് അനുഭവിച്ചിട്ടേ തീരൂ അത് അനുഭവിച്ചിട്ടേ തീരൂ ഒന്ന് നിന്റെ മോൾക്ക് അല്ലാഹു ആ കഷ്ടപ്പാട് കൊടുക്കും അതല്ല നിന്റെ മറുമോള് അതേപോലെ നിന്റെ പെങ്ങന്മാർക്ക് ആ കഷ്ടപ്പാട് കൊടുക്കും അല്ല നിക്ക് അല്ലാഹു ആ കഷ്ടപ്പാട് കൊടുക്കും നിന്റെ കണ്ണിന് തന്നെ ചോരയുടെ ബദല് തന്നിയുടെ ബദല് ചോരയിലാണ് മരിക്കലത് ഒരു പെണ്ണ് ചെന്നല്ലേ അവൾക്ക് ആറില്ല എല്ലാരും ആളുടെ ചെന്ന് സബൂറൊക്കെ ചെറുക്കടലാണ് സബൂറൊക്കെ നീ വീടില്ല കോട്ടല പറ വേറെ പെണ്ണ് കിട്ടില്ല എല്ലാവരും കൂടെ ചെങ്ങായിമാർ ചെന്ന ഉപദേശമാര് കുടുംബത്തെ മറ്റൊന്നും കൊടുക്കുന്ന ഉപദേശം അത് പെണ്ണിന് നേരെ ഉപദേശം ഒന്നും കൊടുക്കരുത് അവൾക്ക് ഈ ഭൂമിയിലാവില്ല അത് അത്താക്കുളം മങ്ങിലായ മാപ്പിളയോട് അബ്ബായോട് അർത്താക്കണം ഉമ്മായോട് അർത്താക്കണം അതൊരു പെണ്ണ് ആറില്ലാതെ തന്നോട് കാസ് അന്തസ്തല്ല നെമ്മതിച്ചത് മാനസികമായിട്ടുള്ള റാഹത്ത് കാക്കയുടെ മുഖം നോക്കുമ്പോൾ തുർക്കൊസി മാപ്പിളുടെ മുഖം നോക്കുമ്പോൾ തുർക്കൊസി മാമിയുടെ മുഖം നോക്കുമ്പോൾ തുർക്കൊസി സ്വബി കഴിക്കുമ്പോൾ റാഹത്ത് ജാവ് പറയുമ്പോൾ റാഹത്ത് ഇതൊക്കെയാണെങ്കിൽ ഒരു സ്വർഗ്ഗ ഈ പ്രപഞ്ചത്തിൽ വേറെ കിട്ടുകയില്ല അത് ദ്വാരം കിട്ടുന്നതല്ല പൈസ കൊടുത്ത് മമ്മത് കിട്ടുന്നതല്ലത് ഡോക്ടറെ മുട്ട പോയിട്ട് പാനി വാങ്ങിച്ചിട്ട് കിട്ടുന്നതല്ലത് മാത്ര കുറിച്ചിട്ട് കിട്ടുന്നതല്ലത് അത് നന്ന സ്വന്തം നിങ്ങൾ ക്രിയേറ്റ് ആക്കുവായത് ഞങ്ങളുടെ നാവിലുള്ളത് ഞങ്ങളുടെ കൽബിലുള്ളതല്ല അത് നിങ്ങൾ ഉണ്ടാക്കണം അതിൽ മറന്നും അതിലെ വ്യവസ്ഥയും അതിൽ കാണും പടച്ചറപ്പ് ഞങ്ങളുടെ കൽബിലുള്ളതില് അല്ലാഹു അത് അതിൽ ഞങ്ങൾ പുറത്തു പോകുന്ന പ്രയത്നാക്കും അതൊരു മനുഷ്യന് മാനവീയത സ്വന്തം മാനവീയത ഇല്ലാത്ത ഇബാദത്ത് നിഷിദ്ധമല്ല മാനവീയത്തെ കാട്ടായത് നിന്റെ ഉത്തര ഫാമിലിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വെച്ചിട്ടുണ്ട് ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വെച്ചിട്ടുണ്ട് നിങ്ങളെ കൂടെ നല്ലവനാറുള്ള ഞാനിപ്പോ നിങ്ങൾക്ക് പബ്ലിക് ഒരു ക്വസ്റ്റ്യൻ കേൾക്കട്ടെ നിങ്ങൾ ചൊല്ലോ അത് നല്ലവണ് ചെന്നെങ്കാറ് അപ്പൊ നിങ്ങൾ ഒരു തോറുന്നു ചൊല്ലോ ഉസ്താദ് പള്ളിക്ക് ആ പൈസ കൂടെ നല്ലവണ് എല്ലാ വർഷം ഹജ്ജിന് പോയിട്ട് ഉംറക്ക് കൊണ്ടോട്ട് നല്ലവണ് എല്ലാ നാളും വീട്ടിൽ നല്ലവണ് നോമ്പും പള്ളിയിലേറിക്കുന്നത് അടിയായ പാമ്പ് പോലെ പള്ളിയിലേക്ക് ഇസ്ലാം പഠിപ്പാട്ടില്ല 30 നാളും പള്ളിയിലേക്ക് ഇസ്ലാം പഠിപ്പാട്ടില്ല ഇപ്പോ നിന്റെ പെഞ്ഞ മക്കളെ പട്ടിണിയാക്കിയിട്ട് ഞങ്ങളോടൊക്കെ പട്ടിണിയാക്കിയിട്ട് ഞങ്ങള് നീ നോമ്പ് തുറക്കുമ്പോൾ പള്ളികളിൽ പെഞ്ഞ മക്കളൊട്ടിക്ക് നോമ്പ് തുറക്കണം
അത്താളെ വെഞ്ഞ മക്കളോടേക്ക് തുറക്കട വേറെ കാര്യം വേറെ കാരണമില്ല എത്തുക ടൈമാവും പള്ളി മസ്ജിദ് ജമാഅത്തിനൊക്കെ കഷ്ടം നമുക്ക് എങ്ങനെ പള്ളി തുറക്കും ആ ബാക്കിയുടെ പള്ളി ഔത്ത് പോയിട്ടൊക്കെ നോക്കൂ നിന്റെ പെഞ്ഞിയിലൊട്ടിക്ക് ചെലവാക്കുന്ന അത്ര ഇബാദത്ത് നിന്റെ വാപ്പയുടെ മുഖം നോക്കുന്ന അത്ര ഇബാദത്ത് നിന്റെ ഉമ്മയുടെ ഒട്ടിക്ക് ടൈം പാസ് ആക്കുന്ന അത്ര ഇബാദത്ത് പള്ളി വെച്ചിട്ട് അത് വലിയ വിഷയം അത് അർത്ഥാക്കില്ല മനുഷ്യ നിന്റെ ഉമ്മയുടെ മകൻ നോക്കിയിട്ട് ഉമ്മയുടെ ഒട്ടിക്ക് കൊസിപ്പാടുന്നത് നിന്റെ പെഞ്ഞിയും മക്കളൊട്ടിക്ക് റാഹത്താവുന്നത് ആ ഇബാദത്തൊന്നും പള്ളി വിളിക്കുന്ന സമയത്ത് പള്ളി നീക്കണം 24 ഗಂಟೆ വെച്ചിട്ട് ഔത്ത പട്ടിണിയാക്കി നീക്കൊത്തിയാണ് വന്നത് വേറെ ഒന്നുമില്ല ഔത്ത ആരുമില്ല അതിലെ ബിസിനസ് അങ്ങനെ ബേസം നിൽക്കണത് ഔത്ത് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല പിന്നെ മക്കൾ അങ്ങനെ തെരുവുള്ളത് പിന്നെ നന്റെ കൊണ്ട് ഒരു ഭാഗം ഒത്തുമില്ല ഒട്ടുമാച്ചിൽ അവരോട് വെച്ചിരിക്കേ അങ്ങനത്തെ ഒത്തും കിടക്കണ പള്ളി വന്ന് നിൽക്കുന്നത് അപ്പൊ വിശ്വാസമല്ല ചെന്നോട്ടുള്ളത് നെമ്മതി മണ്ണൗത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ വർത്തിക്ക് ചെന്നപ്പോഴേക്കാൾ ഞങ്ങൾക്ക് നെമ്മതി കിട്ടിയോണ്ടില്ല വയസ്സങ്ങൾക്ക് നെമ്മതി കട്ടൽ കിട്ടത് ബാലക്കാർക്ക് നെമ്മതി കിട്ടി കളിക്കണ മൈതാനത്തില് മക്കൾക്ക് നെമ്മതി കിട്ട ഉത്തരപ്പിത്തില് ജാലില് ഉമ്മയുടെ ഔത്ത് നെമ്മതിയില്ല മക്കൾക്കു പെഞ്ഞയ്ക്ക് മാപ്പിളയുടെ നെമ്മതിയില്ല മക്കൾക്കു പെഞ്ഞയിലും അതേപോലെ മക്കളുടെ കാരണത്തില് പാപ്പായ ഒത്തിരി ഹിരിയാറന്മാർക്ക് ഒത്തിരി നെമ്മതിയില്ല അങ്ങനെ നെമ്മതി ഒത്തിരി കിട്ടാത്ത തെരും പോയിട്ടുള്ള ഏതൊരു മനുഷ്യരും ആശാവത പടച്ചിറപ്പ് ഒന്നൗത്തിയെത്തിയും ഏതൊരു ബാലക്കാരും പേരിക്കണം ഒന്നൗത്തിയെത്തിയും ഏതൊരു മക്കളും പേരിക്കണം ഔത്തിയെത്തിയും മയ്യാവുന്നത് അങ്ങനെ പേരിക്കണം ഇന്ന് നേരെ ഉൾട്ടായിട്ട് ഒന്നൗത്തിലൊക്കെ ഒന്ന് പത്തിലേക്ക് പഠിച്ചവനെ മോദി ആയില്ലെങ്കിൽ വയസ്സാണോട് അവന് കുറെ ബാങ്ക് ആയില്ലെങ്കിൽ ബാങ്ക് വേഗം എന്റെ ഔത്തുൽ തേക്കുകൊടു മനസ്സൊപ്പുണ്ട് ഒരു കാരണ ഔത്തുൽ കിട്ടാത്ത നെമ്മതികൾ മനുഷ്യന്മാർ റോഡ് സൈഡിൽ പോയിട്ടുള്ളത് മാർക്കറ്റിൽ പോയിട്ടുള്ളത് കർണാടക സൈഡിൽ പോയിട്ടുള്ളത് ഔത്തുൽ നമ്മൾ നെമ്മതി ഉണ്ടാക്കുന്ന പ്രയത്നാക്കണോ നെമ്മതി ഉണ്ടാവുന്ന തെറു ഒരു പെണ്ണയുടെ സെലക്ടാക്കുന്നു ചെറുക്ക് ഒപ്പിടെ പോലും എഡ്യൂക്കേഷനിലും കാസിലും ആസ്തിയും അന്തസ്തിലും അധികാരത്തിലുമല്ല നമ്പർ 1 നോക്കണായത് പെണ്ണുക്കും ആരുടെയും ദീൻ ഫസ്റ്റ് നിന്റെ മോള് നല്ല ദീന പഠിപ്പാട്ടണം മോള് നല്ല ദീന പഠിപ്പാട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നാളെ ചെല്ലുന്ന വിഷയത്തിലുള്ള കൊണ്ടും അവരുടെ വിഷയവും ഞങ്ങൾ ഔത്തുന്ന ജവാബ്ദാരിയുടെ വിഷയവും മക്കളുടെ വിഷയം ഇൻഷാ അല്ലാഹ് റബ്ബന നല്ല ജീവനം അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد الرحمن الرحيم يا رب ഞങ്ങളെ നിന്റെ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ നിന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കുക അല്ലാഹ് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കുക അല്ലാഹ് ഞങ്ങളുടെ ഖബറിന്റെ അരികിൽ ചെന്ന് സലാം ചൊല്ലി ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന മക്കളാക്കുക റബ്ബേ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ദുനിയാവിനേക്കാൾ കൂടുതൽ ആഖിറത്തിൽ ഉപകാരം നൽകുന്ന തമ്പുരാനെ ഞങ്ങളെ കൈപിടിച്ചോണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മക്കൾ ഞങ്ങളെ മക്കൾ ഉൾപ്പെടുത്തി തമ്പുരാനെ ഉമ്മയും ബാപ്പയും ദുനിയാവിലും ആഖിറത്തിൽ പിരിസുമക്കുന്ന മക്കളെ ഉൾപ്പെടുത്തി തമ്പുരാനെ മരണപ്പെട്ട ബാപ്പയുടെ ഉമ്മയുടെയും ഹിദ്മത്ത് ചെയ്യുന്ന മക്കളെ ഞങ്ങളുടെ മക്കളാക്കുക അല്ലാഹ് ഉമ്മയുടെയും ബാപ്പയുടെയും ഖൽബിൽ സ്നേഹം നൽകുന്ന മക്കളാക്കുക തമ്പുരാനെ അല്ലാഹു മക്കളുടെ ജീവിതം കണ്ട് സന്തോഷിക്കുന്ന ഭാഗ്യം നിങ്ങൾക്ക് നീ താ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്തും വിശാലതയും നൽകണേ അല്ലാഹ് ഞങ്ങളെ ഭാര്യ മക്കളെ പട്ടിണിയാക്കല്ല റബ്ബേ ആരോടും യാചിച്ചു കൊണ്ടുവന്ന് ഭാര്യ മക്കൾ വളർത്തുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ് പടച്ചറപ്പെ കടമാകിട്ടും വട്ടിക്ക് വാങ്ങിയിട്ടും കൊണ്ടുപോയിട്ട് കുടുംബത്തെ വളർത്തുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ലേ റബ്ബേ അല്ലാഹു നീ ഐശ്വര്യവാനാണ് തമ്പുരാനെ നീ ഗനിയാണ് തമ്പുരാനെ നിന്റെ വകയിൽ ധാരാളം ഐശ്വര്യം ഞങ്ങൾക്ക് നീ താ അല്ലാഹ് കുടുംബത്തിന് ചെലവ് ചെയ്യുന്ന സമ്പത്ത് ഞങ്ങൾക്ക് നീ താ അല്ലാഹ് കുടുംബത്തിന് ചെലവ് ചെയ്യുന്ന നിഅമത്ത് ഞങ്ങൾക്ക് നീ താ അല്ലാഹ് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന സൗഭാഗ്യം ആരോഗ്യവും മനസ്സും ഞങ്ങൾക്ക് നീ താ അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഇസ്സത്തും നിലനിർത്തി താ അല്ലാഹ് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റബ്ബേ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ നീക്കണം തമ്പുരാനെ ഭാര്യ ഭർത്താക്കന്മാർ പടച്ചറപ്പ് അന്യോന്യതയോടുകൂടെ സന്തോഷത്തോടുകൂടെ പരസ്പരം മനസ്സറിഞ്ഞ് ജീവിക്കുന്ന ഭാഗ്യം നൽകുന്ന തമ്പുരാനെ റഹ്മാനായ റബ്ബേ വീട്ടിലേക്ക് ഞങ്ങൾ കടക്കുന്ന സമയത്ത് അല്ലാഹു ശാന്തി നികേതനമായ സ്വർഗ്ഗത്തിലേക്ക് നടക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്ന തമ്പുരാനെ അല്ലാഹുവിന്റെ പള്ളിയെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന മരണവരെ പള്ളി ഇബാദത്ത് ചെയ്യുന്ന ആരോഗ്യം ഞങ്ങൾക്ക് നിലനിർത്തി താ അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിൽ വിശാലത നൽകണേ അല്ലാഹ് ദാരിദ്ര്യങ്ങളിലും കടങ്ങളിലും ഞങ്ങൾ നീ സലാമത്താക്കണേ തമ്പുരാനെ അല്ലാഹു ഞങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടാക്കി കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം താ അല്ലാഹ്
സ്വന്തമായി വീടുണ്ടാക്കി കുടുംബജീവൻ നയിക്കാനുള്ള ഭാഗ്യം താ അല്ലാഹ്. പടച്ചവനെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കി അല്ലാഹ്. മാരക രോഗങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പലരും ഹോസ്പിറ്റലിലുണ്ട് റബ്ബേ. അവരുടെ ആരോഗ്യം നൽകി തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട പലരും ഇന്ന് ആരടി കണ്ടിട്ടുണ്ട് റബ്ബേ. ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ ആൾക്കാർ നമ്മുടെ ബന്ധുമിത്രാദികൾ കടന്നുറങ്ങുകയാണ് തമ്പുരാനെ. ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർ പലരും ഇന്ന് ആരുടെ മണ്ണിലുണ്ട് അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ വിശാലമാക്കുക അല്ലാഹ്. അവരെ ഞങ്ങളെ ജന്നാത്തുൽ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാഹ്. ഈ റമദാനിന്റെ ബർക്കത്തുകൊണ്ട് അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റയ്യാനിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വാലിഹീങ്ങളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പെടുന്നതിനെ വന്നെത്തുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഒരുപാട് കൊല്ലക്കാലം നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘ ആയുസ്സ് താ അല്ലാഹ്.